കന്യകയുടെ രാജ്ഞിയായ കന്യകയെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. പാപിയായ ഞാൻ നിന്റെ ദേഹത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടൊള്ളണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യാനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിശിഹ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയവരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേർന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവണത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ. ഓ, നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ. അളവില്ലാതെ, 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 അളവില്ലാതെ എന്നിൽ നിറയണമേ. ഓ, അളവില്ലാതെ എന്നിൽ നിറയണമേ. അടുത്തെന്നെ അറിഞ്ഞിടാൻ ആരുമെനിക്കില്ലേ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ. ആശ്രയം വെച്ചിടാൻ ആരുമെനിക്കില്ലേ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ. അകന്നെന്നെ മാറരുതേ, അടുത്തെന്നും വേണമേ. ആത്മാവിൻ നല്ല സഖിയേ, ഓ, അടുത്തും മാറരുതേ, അടുത്തെന്നും വേണമേ. ആത്മാവിൻ നല്ല സഖിയേ. അളവില്ലാതെ, 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 അളവില്ലാതെ എന്നിൽ നിറയണമേ. ഓ, അളവില്ലാതെ എന്നിൽ നിറയണമേ. അപ്പാ, അളവില്ലാതെ എന്നിൽ നിറയണമേ. യേശുവേ,
അളവില്ലാതെന്നിൽ നിറയണമേ. പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചുകൂടുവാൻ അങ്ങ് അനുവദിച്ച നല്ല നിമിഷങ്ങളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, മിസിയോ കൂട്ടായ്മയെയും അതിലെ എല്ലാ അംഗങ്ങളെയും അങ്ങേ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. മിസിയോ കുടുംബത്തിന്റെ രക്ഷാധികാരിയായ അഭ്യോന്യ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെയും ആനിമേറ്റർ അഗസ്റ്റിൻ മുണ്ടിയാത്ത അച്ഛനെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. മിസിയോ കുടുംബത്തിന്റെ എല്ലാമായ ആലിസ് കുട്ടി ആന്റിയെയും മറ്റെല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും എല്ലാ കോർഡിനേറ്റേഴ്സിനെയും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കുവാൻ ഉള്ള കൃപയും അനുഗ്രഹവും അവർക്ക് നൽകണമേ. സ്നേഹനാഥ, ഇന്ന് ഈ കൂട്ടായ്മയിൽ വിവിധ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഈ മീറ്റിംഗ് മനോഹരമാക്കാൻ അങ്ങ് തെരഞ്ഞെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അങ്ങേ മാധ്യസ്ഥ ഞങ്ങൾ യാചിക്കുന്നു. അങ്ങേ നീല അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് ഈ മിസിയോ കുടുംബത്തെ സംരക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവഹിക്കും എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലൂടെ നമ്മോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനായും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുന്നതിനുമായി മിസിയോ പ്രിലിംസ് ബാച്ച് 16 സെഷൻ 7 നിങ്ങൾ ഏവരെയും ദൈവസ്നേഹത്തിൽ ഒത്തിരി സന്തോഷത്തോടെയും സർവശക്തനായ ദൈവത്തിന് നമ്മളെല്ലാവരെയും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂട്ടിയതിന് നന്ദി പറഞ്ഞുകൊണ്ടും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആത്മാവിൽ നിറഞ്ഞ് അമ്മയെ കൂട്ടുപിടിച്ച് ഇന്നേ ദിവസം ജപമാല നടത്തിയ ജെസി തോമസിനും ഫാമിലിക്കും ഒത്തിരി നന്ദി. പരിശുദ്ധാത്മാവിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായ ഒരു ഗാനത്തോടെ പ്രാർത്ഥനയിൽ നമ്മളെ നയിച്ച ഡെയ്സി തോമസിനും നന്ദി. ഇന്ന് നമ്മുടെ പ്രെയർ ലീഡ് ചെയ്തതും ബൈബിൾ റീഡിംഗ് നടത്തിയതും ബിൻസി റൂബിസ് ആണ്. ബിൻസിക്കും ഏറെ നന്ദി. ഇന്നത്തെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള സെഷനിൽ തന്റെ തിരക്കുള്ള സമയം മാറ്റിവെച്ച് നമ്മുടെ മിസിയോയുടെ രക്ഷാധികാരിയും ഷിക്കാഗോ രൂപതയുടെ മെത്രാനുമായ അഭിവന്യ പിതാവ് മാർ ജോയ് ആലപ്പാട്ടിനെ ആദരവോടെ ഈ മിസിയോ സെഷൻ 7 സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം ക്ലോസിംഗ് മെസ്സേജും ഫൈനൽ ബ്ലെസ്സിങ്ങും നൽകുവാനായി നമ്മളോടൊപ്പമുള്ളത് പ്രിയ ബഹുമാനപ്പെട്ട ഫാദർ ഔസേപ്പച്ചൻ കൊച്ചുപുരയ്ക്കൽ അച്ഛനാണ്. അച്ഛനും വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വൈൻഡപ്പ് സെഷൻ ലീഡ് ചെയ്യുന്നത് മിസിയോ സ്ഥാപകയായ അലിസൂട്ടി ചേച്ചിയാണ്. അലിസൂട്ടി ചേച്ചിയെയും അതോടൊപ്പം
ടോമിച്ചൻ ചേട്ടനെയും മിസിയോയിലെ എല്ലാ കോർഡിനേറ്റേഴ്സിനെയും റിസോഴ്സ് മെമ്പേഴ്സിനെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ തീക്ഷ്ണമായി ആഗ്രഹിച്ച് ഇന്നീ സെഷനിൽ പങ്കെടുക്കാനായി സമയം മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഏവരെയും ദൈവസ്നേഹത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പ്രൊക്ലമേഷൻ നടത്തുന്നത് ഡോക്ടർ കാർമലി ജോൺ ആണ്. ഡോക്ടർ കാർമലി ജോണിനെ ഒത്തിരി സ്നേഹത്തോടെ പ്രൊക്ലമേഷനായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുക്രിസ്തുവിലൂടെ കൈവന്ന രക്ഷ സ്വന്തമാക്കുവാൻ കർത്താവ് ഈശോ മിശിഹായിൽ വിശ്വസിച്ച് പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ഈശോയെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞാൽ മതിയെന്ന് നാം കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം കേട്ടു. ഇങ്ങനെ ഈശോയെ നമ്മുടെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുമ്പോൾ ഈശോ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2:12 വചനം ഇങ്ങനെ പറയുന്നു: തന്നെ സ്വീകരിച്ചവർക്ക്, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് ദൈവമക്കളാകാൻ അവിടുന്ന് അവകാശം നൽകിയെന്ന്. ദൈവമക്കളായി ജീവിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടിയേ തീരൂ. തിരുസഭയിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞതാണ്. ത്രിത്വക ദൈവത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ അവകാശവും ശക്തിയുമായി പരിശുദ്ധാത്മാവിനെ നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ഏറ്റവും വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുകയും നമ്മൾ ചെയ്യും. അതിനായി വളരെ ദാഹത്തോടെ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:16 വചനം ഇങ്ങനെ പറയുകയാണ്: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമെന്ന്. റൂഹ തമ്പുരാനെ സഹായകനായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ പരിശുദ്ധാത്മാവിന്റെ നിറസാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് നിവേശിതരാക്കപ്പെട്ടാണ് വിശുദ്ധ ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ. ഈശോയുടെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം സ്ലീഹന്മാർ 4 ദിക്കുകളിലേക്ക് പോകുന്നു. അവർ പിന്നീട് ഒരിക്കലും കാണുന്നില്ല. എങ്കിലും ഒരു ചരടിൽ കോർത്തിണക്കിയതുപോലെ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി ഓരോ ക്രിസ്ത്യാനിയും ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തനക്ഷമമാകുന്ന സമയത്തെ നമുക്ക് അഭിഷേക സമയം എന്ന് പറയാൻ വേണ്ടി സാധിക്കും. പലപ്പോഴും നമ്മളിൽ സുഷുപ്തിയിൽ കിടക്കുകയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് തന്നെ വിട്ടുപോയതായിട്ട് സാംസൺ അറിയുന്നേയില്ല എന്ന് വചനം നമ്മോട് പറയുന്നുണ്ട്. ധാരാളം പ്രശ്നങ്ങളുള്ളവരാണ് നമ്മൾ, പ്രതിസന്ധിയുള്ളവരാണ്. ജോലിയില്ല, വീടില്ല, മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, മറ്റ് അസ്വസ്ഥതകൾ, തോൽവികൾ, നിരാശ, വിശ്വാസമില്ലായ്മ, പഠനത്തിൽ താല്പര്യമില്ലായ്മ, രോഗമുള്ളവർ, ആത്മീയ മന്ദതയുള്ളവർ, ഇങ്ങനെ ഇത്തരം പ്രശ്നങ്ങളിലെല്ലാം അകപ്പെട്ടവർക്ക് ഏക ആശ്വാസവും കേന്ദ്രവുമാകുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളുടെ സ്ഥാനത്തേക്കും പദവിയിലേക്കും നമ്മെ ഉയർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അത്രയും ദാഹത്തോടെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ കൃപകളും വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും സ്വീകരിക്കുക മാത്രമല്ല ഒരു ക്രിസ്ത്യാനിയുടെ ആത്യന്തിക ലക്ഷ്യം. അവയെല്ലാം ഉപയോഗിച്ച് നമ്മിൽ ഭരമേൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. നാം എവിടെയായിരിക്കുന്നു അവിടെ പരിശുദ്ധാത്മാവിന്റെ നിറവും കനിവും ഉണ്ടാകുവാൻ തക്ക വിധത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പൊക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊച്ചു മക്കളിൽ പോലും പരിശുദ്ധാത്മാവ് എത്ര സജീവമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ഒരു കൊച്ചു ഉദാഹരണം പറയാം. മിലാനിലെ മെത്രാൻ മരിച്ചപ്പോൾ ആൾക്കൂട്ടം സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന് കണ്ടപ്പോൾ മിലാൻ ഭരിച്ചിരുന്ന ഗവർണർ അവിടെ എത്തുകയാണ്. സമയമേറെ നീണ്ടിട്ടും ഒരു മെത്രാനെ തിരഞ്ഞെടുക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ ആ വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ഒരു കുട്ടി വിളിച്ചു പറയുകയാണ്, അംബ്രോസ് എന്ന ഈ ഗവർണറാണ് ഇനി മെത്രാൻ എന്ന്. അംബ്രോസ് തന്നെ മെത്രാൻ എന്ന് കുട്ടി 2 പ്രാവശ്യം വിളിച്ചു പറഞ്ഞപ്പോൾ അതുവരെ ഒരു തീരുമാനവും എടുക്കാതെ അകാലമായി നീണ്ടുപോകുന്ന ആ കാലയളവിനെ മറികടക്കുവാൻ വേണ്ടി ബാക്കി ജനക്കൂട്ടം കൂടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് അംബ്രോസ് തന്നെ മെത്രാൻ എന്ന് വിളിച്ചു പറയുകയും ഒരു ക്രിസ്ത്യാനി പോലും അല്ലാത്ത അംബ്രോസ് എന്ന ഗവർണർ ഒരേ ദിവസം തന്നെ മെത്രാൻ പട്ടവും മാമോദീസായും സ്വീകരിച്ച് മെത്രാൻ ആകുന്നു. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ
ഏറ്റവും വലിയ പ്രവർത്തനം. നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന പരിശുദ്ധാത്മാവിനെ ഉണർത്തുവാനുള്ള ഒരു കൃപയ്ക്കായിട്ടാണ് നാം ഇനി പരിശ്രമിക്കേണ്ടത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, മാമോദിസായിലൂടെയും സ്ഥൈര്യോപനത്തിലൂടെയും നമ്മളിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്ന്. പരിശുദ്ധാത്മാവിന്റെ കുറവുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്, നിറവുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്കും ദാഹത്തോടെയുള്ള വിളിച്ചപേക്ഷിക്കലുകൾക്കും ശക്തി കൂടും. സൗജന്യമായി ലഭിക്കുന്ന ഒരു ദാനമാണ് പരിശുദ്ധാത്മാവിന്റെ കൃപകളും വരങ്ങളുമെല്ലാം. ഞാൻ പോയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് യേശു പറയുന്നത് അതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. 1 കൊരിന്തോസിൽ 13 അധ്യായത്തിൽ പറയുന്നുണ്ട്, എല്ലാ ആത്മീയ ദാനങ്ങളെ കഴിഞ്ഞും എല്ലാ ആത്മാവിന്റെ ദാനങ്ങളെ കഴിഞ്ഞും ഏറ്റവും മികച്ചത് സ്നേഹമാണെന്ന്. സ്നേഹത്തിൽ തന്നെ കരുണയുണ്ട്. അതുകൊണ്ടാണ് വചനം കേൾക്കുന്നവർ പരിശുദ്ധാത്മാവിന്റെ സ്വരം തിരിച്ചറിയുന്നു, വചനം വായിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ കൂട്ടുപിടിക്കുന്നു. നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് എപ്പോഴും ശ്രവിക്കുവാനുള്ള കഴിവാണ് ഉണ്ടാകേണ്ടത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് പറഞ്ഞത് പരിശുദ്ധ അമ്മയോടാണ്. ഉടൻ തന്നെ മറുപടി ഇതാ കർത്താവിന്റെ ദാസി എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ നിറയുമ്പോൾ ആദിമസഭയിൽ ശിഷ്യന്മാരെ പോലെയും ക്രിസ്ത്യാനികളെ പോലെയും നാം ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും എല്ലാ ലോകമെങ്ങും സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ശക്തി യേശുവിന് ജീവിതത്തിൽ യേശുവിനെ പ്രഘോഷിക്കുവാനുള്ള ധൈര്യം എല്ലാം നമുക്ക് കൈവരും. ഒപ്പം നടക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ അനുഭവം എനിക്ക് ലഭിച്ചത് മിസിയോയിലൂടെയാണ്. കാര്യം ഞാനൊരു വേദപാഠ ടീച്ചർ ആണെങ്കിൽ പോലും 10-11 വർഷം വേദപാഠം പഠിപ്പിച്ചപ്പോഴും പരിശുദ്ധാത്മാവിനെ കുറിച്ച് വായിച്ചു പോവുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ അറിവിൽ നിന്നും വിഭിന്നമായ ഒരു ഫിസിക്കൽ കോഴ്സിലൂടെ മിസിയോയിൽ വെച്ച് എനിക്ക് നിത്യസത്യങ്ങളെ പറ്റി അറിയുവാനും പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു ആത്യന്തികമായ ഒരു അറിവിലേക്ക് വരുവാനും, അറിവ് നമ്മെ ഈശോയ്ക്ക് വേണ്ടി മരിക്കുവാൻ തക്ക വിധത്തിലുള്ള മനസ്സ് സജ്ജമാക്കുമെന്ന് തിരിച്ചറിയുവാനുമുള്ള ഒരു കഴിവ് ലഭിച്ചത്. അവിടെ വിശദമായി എടുക്കപ്പെട്ട ഓരോ ക്ലാസ്സുകളിലൂടെയും നമുക്ക് മനസ്സിലാവുന്നത് എത്രമാത്രം പരിശുദ്ധാത്മാവ് ബന്ധിതമായിട്ടുള്ള വചനങ്ങളാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ എത്ര കാര്യമാത്ര പ്രസക്തമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂട്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നമുക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല, എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്നുള്ള ആ വചനം നമുക്ക് കൂടുതൽ ശക്തമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്. ചോദിക്കുക, ഞാൻ പോയില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. യഹൂദനും ഗ്രീക്കുകാരനും എന്ന വ്യത്യാസമില്ലാതെ വിജാതീയനായ കൊർണേലീസിന് പോലും പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകുന്ന പത്രോസ്ലീഹായെ നാം ബൈബിളിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവാണെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ നമുക്ക് ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് 1 കൊരിന്തോസ് 12 അധ്യായം 3 വാക്യത്തിൽ പറയുന്നുണ്ട്. ആത്മാവിനെ സ്വീകരിക്കാൻ ഒരു പശ്ചാത്താപ മനോഭാവം വേണം. മറ്റുള്ളവരോട്ട് അനുരഞ്ജനപ്പെടണം. സൗജന്യമായ ഈ ദാനത്തെ തീവ്രമായി ആഗ്രഹിച്ച് ദാഹത്തോടെ ചോദിച്ചു വാങ്ങണം. പ്രതീക്ഷയോടെ കാത്തിരിക്കണം. വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കണം. നമുക്ക് യോഗ്യതയില്ലെന്ന് കരുതരുത്. നമുക്കറിയാം, ഗോർബച്ചോവ്, റഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന ഗോർബച്ചോവിന്റെ അമ്മ 9-ാം വയസ്സിൽ തന്റെ മകനെ പിതാവ് അറിയാതെ, അച്ഛൻ അറിയാതെ ഒരു ഭൂഗർഭ ദേവാലയത്തിൽ വെച്ച് ആ കുട്ടിക്ക് മാമോദിസ കൊടുക്കുകയാണ്. ആരോടും അത് പറയരുതെന്ന് വിലക്കുകയും ചെയ്തു. പക്ഷെ കുട്ടി ചോദിച്ചു, അതെന്തിനാണ് അങ്ങനെ ഒരു മറച്ചുവെക്കൽ? അപ്പോഴാണ് നിരീശ്വരവാദിയായ അച്ഛനെ ഭയന്നാണ് ഇത് ചെയ്തത്. അമ്മ ഗോർബച്ചോവിനോട് പറയുന്നത് ഇത്ര മാത്രമാണ്: നിന്റെ ഉള്ളിൽ ഒരു പരിശുദ്ധാരൂപി ഇപ്പോൾ വസിക്കുന്നുണ്ട്. ആ ദൈവാത്മാവ് തക്ക സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, നിന്നെ ഉണർത്തുമെന്ന്. പ്രിയപ്പെട്ടവരെ, നീണ്ട 60 വർഷങ്ങൾക്ക് ഒടുവിൽ ഈ ഗോർബച്ചോവ് ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ മുൻപിൽ ദൈവവിശ്വാസം, സത്യമായും ദൈവം ജീവിക്കുന്നുവെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു നിരീശ്വരവാദി കീഴടങ്ങുന്ന കാഴ്ചയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മിൽ സുഷുപ്തിയിലാണ്ടിരിക്കുന്ന, ഉറക്കത്തിലാണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി, പരിശുദ്ധാത്മാവിന്റെ ഉണർവിനായി നാം ഈ തൃത്വേക ദൈവത്തിലെ 3-ാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ വ്യക്തിയും ശക്തിയും സഹായകനുമായി, നിത്യസഹായകനായി കൂടെ കൊണ്ട് നടക്കണം.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആകെ നമുക്ക് ഉണ്ടാവുക പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ എന്ന് മാത്രമായിരിക്കും. ഹോളി സ്പിരിറ്റ്, ഐ ലവ് യു, ഐ നീഡ് യു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈശോയെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുവാൻ പരിശുദ്ധാത്മാവ് തന്ന കൃപകളെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഏറ്റവും തീക്ഷ്ണമായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സ്വീകരിക്കുകയും ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് എങ്ങനെ ചൊരിയപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ തന്നെ മറ്റു സഹചര്യത്തിലേക്കും നമുക്ക് ചൊരിയുവാനുള്ള ബാധ്യതയുണ്ട്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. നാം ദൈവത്തിന്റെ മക്കളാണ് എന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവോട് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. യേശുവിൽ നിറഞ്ഞു നിന്ന ആത്മാവ് ഇത് എൻ്റെ പ്രിയപുത്രൻ എന്ന് ആകാശം തുറന്ന് ആ ശബ്ദം നമ്മൾ കേൾക്കുകയാണ്. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവന്റെ ആകാശത്തിനു മീതെ ദൈവത്തിന്റെ സ്വരമുണ്ട്, നീ എൻ്റെ പ്രിയപുത്രനാണെന്നും നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്നും. അതുകൊണ്ടാണ് പത്രോസ് വളരെ നിഷ്കരുണം വെള്ളിത്തൊട്ടുകളുമായി വന്ന ശിമയോനെ ഉപദേശിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്നത്. അനുരഞ്ജനപ്പെട്ട് ജീവിക്കുവാനും അനുദപിക്കുവാനും വിശുദ്ധമായ തൻ്റെ ജീവിതത്തെ വിശുദ്ധമായി ക്രമീകരിക്കുവാനും ഒക്കെ എങ്കിൽ മാത്രം നീ രക്ഷപ്പെടും എന്ന് പറയുന്നത്. സഭയ്ക്ക് നേരെയും ഇപ്പോൾ പലതരത്തിലുള്ള പൈശാചികമായ പീഡനങ്ങൾ ഉണ്ട്. പീഡകൾ സഹിക്കുന്ന സഭയെ ഏറ്റവും കരുത്തോടുകൂടി നയിക്കുവാൻ ഓരോ ആത്മായനും പരിശുദ്ധാത്മാവിൽ നിറയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ കുട്ടി മുതൽ ഏറ്റവും പ്രായം ചെന്ന മനുഷ്യൻ വരെയും ഏതൊരാൾക്കും സൗജന്യമായി ഏത് സമയത്തും ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി എല്ലാവർക്കും സാധിക്കട്ടെ, കഴിയട്ടെ. എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യം നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 14:26 പറയുന്നുണ്ട്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടി ആയിരിക്കാൻ സഹായകനെ തരുമെന്ന് ഇത്രയും വലിയൊരു വാഗ്ദാനം തന്ന യേശുവിന്റെ സ്നേഹത്തിൽ നമുക്കായിരിക്കാം പരിശുദ്ധാത്മാവിനെ എല്ലാ സമയവും വിളിച്ചപേക്ഷിക്കുന്ന ഒരു ശീലം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് സൂക്ഷിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ എന്നെ കേൾക്കുന്ന ഈ പ്രിയ മിസ്സിയ കുടുംബാംഗങ്ങൾക്കും അച്ചാരമായി നൽകപ്പെട്ടിട്ടുള്ള പരിശുദ്ധാത്മാവിനെ എന്നും ഓർക്കുവാനും നമ്മുടെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പോലും പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കുവാനുമുള്ള കൃപയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ അവകാശവും ശക്തിയുമാണെന്നും പരിശുദ്ധാത്മാവിനാൽ നിറയാൻ തീക്ഷ്ണമായി ആഗ്രഹിക്കണമെന്നും അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാനായി നമുക്ക് തീക്ഷ്ണമായി ആഗ്രഹിച്ച് പ്രത്യേകം പരിശുദ്ധാത്മാവിനാൽ നിറയാനായി പ്രാർത്ഥിക്കാം. വളരെ മനോഹരമായി ഈ പ്രൊക്ലമേഷൻ ഷെയർ ചെയ്ത ഡോക്ടർ കാർമലി ജോണിന് ഒത്തിരി നന്ദി. അടുത്തതായി നമ്മുടെ ടെസ്റ്റിമണിയാണ്. ഇന്നത്തെ ടെസ്റ്റിമണി നടത്തുന്നത് ലൂസി മാത്യു ആണ്. ലൂസി ചേച്ചിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലൂസി. ഞാൻ ഒരു റിട്ടയേർഡ് നേഴ്സാണ്. ഇവിടെ അമേരിക്കയിൽ ടെക്സസിലെ ഹ്യൂസ്റ്റണിൽ താമസിക്കുന്നു. എനിക്ക് എൻ്റെ ഭർത്താവ് മാത്യു, എനിക്ക് 3 മക്കളും ഒരു മരുമകളും ഉണ്ട്. ഞാൻ ജനിച്ചത് ഒരു സാധാരണ കത്തോലിക്ക കുടുംബത്തിലാണ്. എൻ്റെ മാതാപിതാക്കൾ വളരെ ദൈവവിശ്വാസമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ഞങ്ങളെ വളരെ ദൈവഭക്തിയിലും വിശ്വാസത്തിലുമാണ് വളർത്തിയിരുന്നത്. ഞങ്ങളെ 8 മക്കളിൽ 5ാമത്തവളാണ് ഞാൻ. അമ്മച്ചി പലപ്പോഴും പല വിശുദ്ധരുടെയും ജീവചരിത്രങ്ങളും അതുപോലെ ക്രിസ്തീയമായ മാഗസിൻസും ഒക്കെ വീട്ടിൽ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾ അതൊക്കെ വായിക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം മനസ്സിൽ ചെറുപ്പത്തിലെ ഒരു ആഗ്രഹമുണ്ടായി, ഇവരെ പോലെ എനിക്കും ഒരു വിശുദ്ധയാകണമെന്ന്. അതിനുശേഷം നമ്മൾ വളർന്നപ്പോൾ എന്നിലുള്ള എല്ലാ തീക്ഷ്ണതയും പോയി. ഞാനും ഒരു സാധാരണ എല്ലാ കൂട്ടുകാരുമൊത്ത് കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായി. തന്നെയല്ല, എൻ്റെ ഒരു സ്വഭാവത്തെ പറ്റി പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കോപിക്കുന്ന, എല്ലാത്തിനോടും പ്രതികരിക്കുന്ന, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പെട്ടെന്ന് വെട്ടിവിളിച്ച് പറയുന്ന, വളരെ വേഗം റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ് വിവാഹം കഴിച്ചു. ജീവിതത്തിലെ ഒരുപാട് പരിപരുത്ത വശങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ ദൈവികമായ ആ ചിന്ത തന്നെ എന്നിൽ നിന്ന് മാറിപ്പോയി. പള്ളിയിൽ പോകുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, എങ്കിലും അത്ര ഇതായില്ല. പിന്നെ 2016 ഞാനൊരു ധ്യാനം കൂടുകയുണ്ടായി.
അന്ന് ആ ധ്യാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുവാൻ ആ ധ്യാനഗുരു ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാനും വളരെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥന വരം ലഭിച്ചു. 1 കൊറിന്തോസ് 12:11 പറയുന്നു, തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ തന്നെ പ്രവൃത്തിയാണിത് എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചു കേട്ടു. അതെ, ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്നിലും ഉണ്ടായതായി ഞാൻ അറിഞ്ഞു. അതിനുശേഷം അന്ന് തുടങ്ങി ജീവിതത്തിന്റെ പല തുറകളിലുമുള്ള മനുഷ്യർക്ക് വേണ്ടി, ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ ഒരു പതിവായി തീർന്നു. കോവിഡ് കാലഘട്ടം നമ്മളെ എല്ലാവരെയും, നമ്മുടെ എല്ലാ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ പള്ളികൾ അടയ്ക്കപ്പെട്ട് ദിവ്യബലി വീട്ടിലിരുന്ന് സംബന്ധിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ എനിക്കത് വളരെ സഹിക്കാവുന്നതിലേറെയായിരുന്നു. മുഴുനീളം കണ്ണീരോടെ അല്ലാതെ ഞാൻ ഒരു ദിവ്യബലിയും വീട്ടിലിരുന്ന് കൂടിയില്ല. അവസാനം പള്ളികൾ തുറന്നപ്പോൾ വളരെ ആഗ്രഹത്തോടെയാണ് പള്ളിയിലേക്ക് പോയത്. റോമാ ലേഖനം 12-ാം അധ്യായം 11-ാം തിരുവചനം പറയുന്നു, തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. സത്യത്തിൽ അന്ന് ഞാൻ ആ ദിവ്യബലിയിൽ സംബന്ധിച്ചത് ആത്മാവിൽ ജ്വലിച്ചുകൊണ്ടായിരുന്നു. അതിനുശേഷം ഇന്നോളം വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ദിവ്യബലിയിൽ സംബന്ധിക്കുവാൻ എനിക്ക് സാധിക്കുന്നു. കണ്ണീരോടെ അല്ലാതെ ഒരു ദിവ്യബലിയും പൂർത്തിയാക്കുവാനും എനിക്ക് കഴിയുന്നില്ല. അങ്ങനെ ദിവ്യബലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്നിലേക്ക് വരാൻ തുടങ്ങിയെന്ന്. എൻ്റെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളും വരാൻ തുടങ്ങി. ഞാൻ കുറെ കൂടെ ശാന്തത അനുഭവിക്കാൻ തുടങ്ങി. എൻ്റെ പ്രതികരണം കുറെ കൂടെ മെച്ചമായിട്ടു. അങ്ങനെ പല കാര്യങ്ങളിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിലൊന്നും തളരാതെ ആ പ്രശ്നങ്ങളിൽ നേരിടുമ്പോൾ ശാന്തതയോടെ നേരിട്ടുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ പറ്റി ചിന്തിക്കുവാൻ തുടങ്ങി. അപ്പോൾ എനിക്കതൊരു വലിയ പ്രശ്നമായി തോന്നാതെയായി. പിന്നെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥനയിൽ എൻ്റെ ഒരു ജീവിതത്തിലെ പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ കഴിഞ്ഞ 2023 നവംബർ മാസത്തിൽ എൻ്റെ മനസ്സിലൊരു തീരുമാനമെടുത്തു. കാരണം എന്നിൽ ഈ ദിവ്യബലിയിൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ദാഹം, എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് ആത്മാക്കളെ നേടണമെന്നുള്ള ഒരു മോഹം എന്നിലുണ്ടായി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2023 നവംബറിൽ ഞാനൊരു തീരുമാനമെടുത്തു. 21 ദിവസം രാവിലെ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് കരണക്കൊന്ത ചൊല്ലി ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഭർത്താവ് പോലും അത് അറിഞ്ഞിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഡിസംബറിൽ ഞാനൊരു ധ്യാനത്തിന് പോയപ്പോൾ ആ ധ്യാന വേളയിൽ ആ വൈദികൻ എന്നോട് പറയുകയാണ്, ചേച്ചിക്ക് ശുദ്ധീകരാത്മാക്കൾ ഒരുപാട് നന്ദി പറയുന്നതായി കാണുന്നുവെന്ന്. അതെന്നെ വല്ലാതെ അമ്പരപ്പെടുത്തി. കാരണം എൻ്റെ ഭർത്താവ് പോലും അറിയാതെ, ലോകത്താരും അറിയാതെ ഞാൻ ചെയ്ത ഒരു കാര്യം ഈ വൈദികനിലൂടെ പുറത്തേക്ക് വരണമെങ്കിൽ അത് പരിശുദ്ധാത്മാവല്ലാതെ മറ്റാരുമല്ലാതെ ചെയ്തത് എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അതെന്റെ വിശ്വാസത്തെ കൂടുതൽ വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ കൂടുതൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു തീക്ഷ്ണത എന്നിലുണ്ടായി. പ്രകൃതി ദുരന്തങ്ങളിലും മറ്റു പല അപകടങ്ങളും വഴി അനേകർ മരിച്ചു വീണപ്പോൾ എല്ലാവരും ആ ദുരന്തങ്ങളെ പറ്റി അല്ലെങ്കിൽ ആ സംഭവത്തെ പറ്റിയാണ് ആകുലപ്പെട്ടതെങ്കിൽ ഞാൻ ആകുലപ്പെട്ടത് ആ ആത്മാക്കളെ പറ്റിയായിരുന്നു. കാരണം മരണസമയത്ത് ആ ആത്മാക്കളുടെ അവസ്ഥ എന്തായിരുന്നു എന്നറിയില്ല. മരണം എന്നുള്ളത് ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്, അതെല്ലാവരെയും പുൽകും. എന്നാൽ ആ മരണസമയത്തെ ആത്മാവിന്റെ അവസ്ഥ നമ്മുടെ അടുത്ത നിത്യജീവിതത്തെ വളരെ ബാധിക്കുന്നുവെന്നാണെന്ന് അറിയാവുന്നത് കൊണ്ട് അന്ന് തുടങ്ങി മരണാസന്നരായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതും എൻ്റെ ഒരു പതിവായി മാറി. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകുവാൻ വളരെയധികം ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. പല പ്രശ്നങ്ങളിലും വളരെ ശാന്തതയോടെ നേരിടാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതെന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്, അനുഗ്രഹമാണ് എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ,
51 സങ്കീർത്തനം 11 വാക്യത്തിൽ പറയുന്നു, ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് എന്ന്. ആ പ്രാർത്ഥനയോടെ ഞാൻ ഇന്ന് ജീവിക്കുകയാണ്. നിങ്ങളെല്ലാവരും, ഇന്നും ഒരുപാട് കുറവുകളുള്ള ദുർഭഗയായ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി അനേക ആത്മാക്കളെ നേടിക്കൊണ്ട് വിശുദ്ധിയിലേക്ക് കടന്നു പോകുവാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് ഈ അവസരം തന്ന, എൻ്റെ ഈശോയെ പ്രഘോഷിക്കാൻ എനിക്ക് ഈ അവസരം തന്ന മിസ്സിയോയിലെ എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം എൻ്റെ നല്ല ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ മനോഹരമായി ലൂസി ചേച്ചി തൻ്റെ ടെസ്റ്റിമണി നമ്മളോടൊപ്പം ഷെയർ ചെയ്തു. പരിശുദ്ധാത്മാവിനെ പറ്റി ആഗ്രഹിച്ചിരുന്നപ്പോൾ എത്ര മനോഹരമായാണ് ചേച്ചിയെ പരിശുദ്ധാത്മാവ് നയിച്ചത്. പ്രാർത്ഥനയിലൂടെയും അതുപോലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ ഒരു വെളിപാട് ഒരച്ഛനിലൂടെ ചേച്ചിക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ വീണ്ടും തീക്ഷ്ണമായി പരിശുദ്ധാത്മാവ് ചേച്ചിയിൽ പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ചേച്ചി അത് ഞങ്ങൾക്ക് ഷെയർ ചെയ്തതിന് ഒത്തിരി നന്ദി. അടുത്തതായി പരിശുദ്ധാത്മാവിനെ പറ്റി പഠിപ്പിക്കാനായിട്ട് സ്ലൈഡ് പ്രസന്റേഷൻ ആണ്. അതിനായിട്ട് തോമസ് വൈമേലിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ജിൽബി. കർത്താവ് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവ് ഈശോയിൽ വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുതപിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി സമ്പൂർണമായിട്ടുള്ള ഒരു സമർപ്പണം നടത്തിയതിനു ശേഷം നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുകയാണ് അല്ലെ. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നല്ലൊരു പ്രഘോഷണം ഡോക്ടർ കർമ്മലി ഇവിടെ നടത്തി. അതുപോലെ തൻ്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവ് ഇടപെട്ട സംഭവങ്ങളെ വളരെ മനോഹരമായിട്ട് ലൂസി ചേച്ചി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് വേദപുസ്തകം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തില് നിറഞ്ഞു നിൽക്കുന്ന ഒരു നിറ സാന്നിധ്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് നമ്മൾ വെളിപാട് പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ വെളിപാടിന്റെ അവസാനത്തെ അധ്യായമായ 22-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദാഹിക്കുന്നവൻ വരട്ടെ, സൗജന്യമായിട്ട് എന്നിൽ നിന്ന് കുടിക്കട്ടെ എന്ന്. ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സജീവ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ ഭൂമി സൃഷ്ടിച്ചപ്പോൾ ഭൂമി രൂപരഹിതവും ശൂന്യമായിരുന്നു എന്ന് തിരുവചനം പറയുന്നുണ്ട്. നാം ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഭൂമിയുടെ ഉപരിതലത്തിന്റെ 2 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു എന്ന്. ഈ ഭൂമിയിലെ ആഴമേറിയ സമുദ്രങ്ങളും കടലുകളും പുഴകളും ഒക്കെ ആ ഭൂമിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാല് നമ്മള് ഭൂമി ശൂന്യമായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു ചിത്രം നമ്മൾ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ എർത്ത് വിത്തൗട്ട് വാട്ടർ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു രൂപം കാണുവാനായിട്ട് സാധിക്കും. അപ്പോ ഭൂമിയില് വെള്ളം നിറയ്ക്കുകയും ഭൂമിക്ക് ഇന്ന് കാണുന്ന മനോഹരമായിട്ടുള്ള രൂപം നൽകിയതും ആഴത്തിന്റെ മേല് അന്ധകാരം നീക്കിയതും വെള്ളത്തിന് മുകളിൽ കര തെളിയിച്ചതും ഭൂമിയിൽ ജീവൻ വിളയിച്ചതും ഈ പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്ക് തിരുവചനത്തില് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം സുദീർഘമായ നൂറ്റാണ്ടുകളിലൂടെ ഒത്തിരിയധികം തലമുറകളിൽ ജീവിച്ചിരുന്ന അനേകം വ്യക്തികൾ, അതിൽ രാജാക്കന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, ആട്ടിടയന്മാരുണ്ട്, കർഷകര്, മുക്കവര്, നികുതി പിരിക്കുന്നവര്, ഡോക്ടർ തുടങ്ങി ഇങ്ങനെ അനേകം വ്യക്തികളിലൂടെ അവര് പരസ്പരം അറിയാത്തവരായിരുന്നിട്ട് പോലും ആശയവൈരുദ്ധ്യങ്ങൾ ഇല്ലാതെ തന്നെ ഈ 73 പുസ്തകങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് മനോഹരമായ ഈ ബൈബിൾ എഴുതപ്പെട്ടതും ക്രോഡീകരിക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിലാണ്.
പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അബ്രഹാം മുതൽ മോശ, ഗിദെയോൻ, പ്രവാചകന്മാര്, രാജാക്കന്മാര്, ഇവരൊക്കെ ദൈവം ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയും ആ ദൗത്യ നിർവഹണത്തില് പരിശുദ്ധാത്മാവ് ഇവരെ സഹായിക്കുന്നതായും ശക്തിപ്പെടുത്തുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം അവരിൽ നിന്നൊക്കെ പരിശുദ്ധാത്മാവ് പോകുന്ന സംഭവങ്ങളും നമ്മൾ പഴയ നിയമത്തില് കാണുവാൻ സാധിക്കും. നമുക്ക് 1 സാമുവേലിന്റെ പുസ്തകത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന്റെ ആത്മാവ് സാവൂളിൽ നിന്ന് ഇറങ്ങിപ്പോയി, ദാവീദിന്റെ മേലെ പരിശുദ്ധാത്മാവ് ആവസിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിൽ പിതാവിന്റെ വാഗ്ദാനമായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ സ്വഭാവ സവിശേഷത തികച്ചും പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. പുതിയ നിയമത്തിൽ വ്യക്തിയും ശക്തിയുമായ, ഒരിക്കലും നമ്മെ വിട്ടുപിരിയാത്ത, അല്ലെങ്കിൽ ഒരിക്കലും നമ്മെ അനാഥരാക്കാതെ നിത്യമായി നമ്മുടെ കൂടെ വസിക്കുന്ന നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെയാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് സമ്മാനമായി പിതാവായ ദൈവം നൽകിയത്. അതായത് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചവർക്ക് ദൈവം തന്റെ പുത്രനിലൂടെ നൽകുന്ന സ്വർഗീയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തില് 14-ാം അധ്യായത്തില് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സഹായകനെ പിതാവ് നിങ്ങൾക്ക് തരുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ സഹായകനായ പരിശുദ്ധാത്മാവിനെ ലോകത്തിന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിലായിരിക്കുകയും ചെയ്യും. തുറന്നു പറയുന്ന ഒരു വാഗ്ദാനമാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പ്രിയപ്പെട്ടവർ, ഈ ഒരു പരിശുദ്ധാത്മാവ്, അവിടുത്തെ പിതാവായ ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നൽകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ 14:16 പറഞ്ഞത്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എനിക്കും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടെ നിന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. നോക്കുക, എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ. നമ്മൾ പഴയ നിയമത്തിൽ കണ്ടതുപോലെ ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിന് ശേഷം പോകുന്ന ഒരു ആത്മാവിനെ കുറിച്ചല്ല ഈശോ അവിടെ പറഞ്ഞു വെക്കുന്നത്. എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടെ നിന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. തീർന്നില്ല, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നോക്കുക പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളും ഈശോ ഈ ഭൂമിയിലായിരുന്നപ്പോഴും പഠിപ്പിച്ച കാര്യങ്ങൾ പലതും അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവര് അത് ഓർക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് ശേഷം ഈശോ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് അവർ ഓർക്കുന്നതായിട്ടൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ പരിശുദ്ധാത്മാവ് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല, അവിടെ ദൈവവചനത്തിന്റെ ആഴമായ ബോധ്യങ്ങള്, ആഴമായ പഠനങ്ങള് നമുക്ക് മനസ്സിലാക്കി തരുന്നതെല്ലാം ഈ പരിശുദ്ധാത്മാവാണ്. ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്. അവിടുന്ന് നമ്മിൽ തന്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. പൗലോസ് കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അച്ചാരമായിട്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ അച്ചാരം എന്ന് പറയുന്നത് നമുക്കറിയാം, ടോക്കൺ അഡ്വാൻസ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമോ വീടോ ഒക്കെ വാങ്ങുവാനായി, ഒരു വണ്ടിയോ ഒക്കെ വാങ്ങുവാനായിട്ട് നമ്മൾ കണ്ടിഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഒരു ടോക്കൺ കൊടുക്കും, ഒരു അഡ്വാൻസ് കൊടുക്കും. അത് മുഴുവൻ പണവും തന്നതിന് ശേഷം അത് ആ വീടായാലും സ്ഥലമായാലും വണ്ടിയായാലും അത് എനിക്ക് തരണം എന്നുള്ള ഒരു വാക്കാലുള്ള ഒരു കരാറാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ അങ്ങ് സ്വർഗത്തിൽ എത്തുന്നത് വരെ അത് എന്റേതാണ് എന്ന് പറയുന്ന തരത്തില് ഈശോ തന്റെ ആത്മാവിനെ നമ്മളിലേക്ക് ഒരു അച്ചാരമായിട്ട് തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തില് 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവചനത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. അതെ, ആ ഒരു ആത്മാവ് സ്വർഗത്തിൽ എത്തുന്നതിനാണ്ട് ഉള്ള അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുകയാണ്. അതെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്ന, യേശുവിൽ നിറഞ്ഞു നിന്ന ഈ ആത്മാവ് അപ്പോസ്തലന്മാരിലും ആദിമ സഭയിലും പ്രവർത്തന നിരതമായി എന്നുള്ളത് നമ്മൾ അപ്പോസ്തല പ്രവർത്തന പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇതേ ആത്മാവ് തന്നെ
ഇന്ന് നമ്മിലൂടെ തിരുസഭയിലും തന്റെ പ്രവർത്തനം തുടരുന്നു. ഈ ആത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുക്കം ആവശ്യമാണ്. ഞാൻ ഓർക്കുകയാണ്, നമ്മളൊരു മനോഹരമായ ഒരു ഭവനം പണിയാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ആദ്യം നല്ലൊരു പ്ലാൻ വരയ്ക്കുന്നു. നമ്മുടെ സൗകര്യങ്ങൾക്കൊക്കെ ഇണങ്ങിയ ഒരു പ്ലാൻ വരയ്ക്കുന്നു. അതിനുശേഷം അതിനു വേണ്ട അപ്രൂവൽ വാങ്ങുന്നു. വലിയ കെട്ടിടങ്ങളാണെങ്കിൽ അതിനുവേണ്ട ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിനെ കൊണ്ട് ഡിസൈൻ ചെയ്യിക്കുന്നു. ഇനി നമ്മൾ പണിയാൻ പോകുന്ന സ്ഥലം അത് കാടും മരങ്ങളും ഒക്കെ നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ അതെല്ലാം വെട്ടിത്തെളിച്ച് ഒരുക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രവൃത്തികളെല്ലാം ചെയ്തതിനു ശേഷം, അങ്ങനെയുള്ള ഒരു നിരവധി ഒരുക്കങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ആ വീട് പണിയാനായിട്ട് നമ്മൾ തുടങ്ങുന്നത്. ഇതുപോലെ ആത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നും ധാരാളം ഒരുക്കങ്ങൾ ആവശ്യമാണ്. അതില് വളരെ പ്രധാനപ്പെട്ടതാണ് പശ്ചാത്തപിക്കുക, അനുരഞ്ജനപ്പെടുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, പശ്ചാത്തപിക്കുന്നവരുടെ ഉള്ളിലേക്ക് നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമ്മൾ അനുതപിച്ച് ഏറ്റുപറയുമ്പോൾ അവിടുന്ന് തന്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു. നമുക്ക് ഒത്തിരി പേരോട് അനുരഞ്ജനപ്പെടാനുണ്ട്. നമ്മുടെ സമൂഹത്തോട്, കുടുംബത്തിലെ വ്യക്തികളോട്, നമ്മുടെ ബന്ധുമിത്രങ്ങളോട് ഒക്കെ നമ്മൾ അനുരഞ്ജനപ്പെടുമ്പോൾ ഈ ആത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. സൗജന്യദാനമാണ് പരിശുദ്ധാത്മാവ്, സൗജന്യദാനമാണ്. അതോടൊപ്പം തന്നെ അതിനെ തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. അതുപോലെ ദാഹത്തോടെ ചോദിച്ചു വാങ്ങണം പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കണം. അതുപോലെ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. സർവോപരി യോഗ്യതയില്ലെന്ന്, എനിക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് യോഗ്യതയില്ലെന്ന് ഒരിക്കലും നമ്മൾ പറയരുത്. പ്രിയപ്പെട്ടവരെ, എന്താണ് പശ്ചാത്താപം, അനുരഞ്ജനം? നമുക്കറിയാം, പെന്തക്കോസ്തായുടെ ദിനത്തില് പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ഈശോയെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് കേട്ട അവിടെ കൂടിയിരുന്ന ജനം ഹൃദയം നുറുങ്ങിക്കൊണ്ട് പത്രോസിനോടും മറ്റു അപ്പോസ്തലന്മാരോടും ചോദിക്കുന്നുണ്ട്, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ പത്രോസ് ലീഹ വളരെ വ്യക്തമായിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും ക്രിസ്തുവിന്റെ നാമത്തില് സ്നാനം സ്വീകരിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. അതേ പ്രിയപ്പെട്ടവരെ, അനുരഞ്ജനപ്പെടേണ്ടവരോട് നമ്മൾ പൂർണ്ണമായും അനുരഞ്ജനപ്പെട്ടു കഴിയുമ്പോൾ, പൂർണ്ണമായ ഒരു അനുതാപം നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വരും. സൗജന്യദാനമാണ് എന്ന് ഞാൻ പറഞ്ഞു. അതെ പ്രിയപ്പെട്ടവരെ, സൗജന്യദാനമായി പരിശുദ്ധാത്മാവിന് നമ്മൾ ഒന്നും, ഒരു 10 പൈസ പോലും നമുക്ക് മുടക്കുമുതലില്ല. ഈ സൗജന്യദാനമായി പരിശുദ്ധാത്മാവിനെ പക്ഷെ നമ്മൾ തീവ്രമായി ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് വെളിപാട് 21:6 പറയുന്നത്, ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. ഈ ഒരു ദാഹം, ഈ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതുപോലെ ലൂക്കായുടെ സുവിശേഷത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ മക്കൾക്ക് മകൻ വന്ന് മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ, മകൻ മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുമോ എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. അപ്പോ പാപികളും ബലഹീനരും ദുഷ്ടരുമായ നിങ്ങൾക്ക് നല്ല ദാനങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അതെ പ്രിയപ്പെട്ടവരെ, ദാഹത്തോടെ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ ചോദിച്ചു വാങ്ങണം. ഈശോ പറയുന്നുണ്ട്, തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹം, ഈ ഒരു ദാഹം, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരു ദാഹം എന്റെയും നിങ്ങളുടെ ഉള്ളില് വരുമ്പോൾ അവിടുന്ന് തന്റെ സമ്പത്ത് നമ്മുടെ മേൽ വർഷിക്കും. വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കുക. ഇവിടെ റോമാക്കാർക്ക് ലേഖനത്തിലെ പൗലോസ് ശ്ലീഹ പറഞ്ഞു വെക്കുകയാണ്, യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേല് അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നു. നമുക്ക് പ്രിയപ്പെട്ടവരെ, അവിടെ വിജാതീയനെന്നോ സജാതീയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ ഒന്നും വ്യത്യാസമില്ല. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേല് അവിടുന്ന് തന്റെ സമ്പത്തായ പരിശുദ്ധാത്മാവിനെ വർഷിക്കുമെന്ന് പറയുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഈശോ ഉയർത്തെഴുന്നതിന് ശേഷം 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്
ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചതായിട്ടൊക്കെ അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവസാനം അവരോട് പറയുകയാണ്, തന്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് അവരോട് പറയുകയാണ്, അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ, നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. അധികം താമസിയാതെ, അധികം ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ, അത് കഴിയാതെ തന്നെ നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന പെന്തക്കോസ്ത ദിനത്തില് അവർ സ്വീകരിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഈശോ അവിടെ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് യോഗ്യതയില്ലെന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. പൗലോസ് അപ്പോസ്തലൻ എഫെസോസിൽ ചെന്നപ്പോൾ കുറച്ച് ശിഷ്യന്മാരെ കാണുന്നുണ്ട്. ആ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വാസം സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചോ എന്ന് ചോദിക്കും. അപ്പൊ അവർ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവോ, അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അതിനെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറയുകയാണ്. അപ്പൊ പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളിങ്ങനെ ദാഹിച്ചും ആഗ്രഹിച്ചും ഒത്തിരി തീഷ്ണതയോടൊക്കെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു? നമ്മളെല്ലാം ദൈവസ്നേഹാനുഭവത്തില്, ദൈവം നമ്മളെ സ്നേഹിക്കുന്ന അതേ അളവില് നമുക്ക് ആ സ്നേഹം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് വളരെ സുപരിചിതമായ വചനമാണ് റോമാ 5:5. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക്, എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സ്നേഹം ചൊരിയപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെയാണ്. ഇവിടെ ഒരു വാക്ക് എഴുതിയിരിക്കുന്നത് നൽകപ്പെട്ടിരിക്കുന്നു എന്നല്ല പറയാ, ചൊരിയപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നമ്മുടെ ടിപ്പർ ലോറിയില് മെറ്റൽ മണലൊക്കെ അൺലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. അതിങ്ങനെ ജാക്കിയിൽ ഇങ്ങനെ പൊങ്ങിക്കഴിയുമ്പോൾ ഏതാനും സെക്കൻഡുകൾക്കുള്ളില് ആ വണ്ടിയിൽ നിറഞ്ഞിരിക്കുന്ന മെറ്റലോ മണലോ ഒക്കെ താഴേക്ക് പോകും. ഇതുപോലെ ചൊരിയപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് യോഹന്നാന്റെ സുവിശേഷത്തില് 16-ാം അധ്യായത്തില് ഈശോ പറയുന്നുണ്ട്, ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെട്ടതും. അങ്ങനെ നമുക്ക് പാപബോധവും നീതിബോധവും പശ്ചാത്താപവും ഈ പരിശുദ്ധാത്മാവ് നൽകും. അതുപോലെ ദൈവമക്കളുടെ സ്ഥാനത്തേക്കും പദവിയിലേക്കും നമ്മൾ ഉയർത്തപ്പെടുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു വയ്ക്കുന്നത്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. അപ്പോ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെടും എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടാനുണ്ടോ പ്രിയപ്പെട്ടവരെ? അതുപോലെ പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യത്തിലേക്കും വിടുതലിലേക്കും പ്രവേശിക്കുന്നു. നമുക്കിന്നറിയാം, ഒത്തിരി കെട്ടുകളിലാണ് നമ്മൾ. ഈ ലോകത്തിൻ്റെതായ ഒത്തിരി നിയന്ത്രണത്തിലാണ് നമ്മൾ. നമുക്കൊരു പൂർണ്ണമായ ദൈവമക്കളുടെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ വന്ന് നിറയുമ്പോൾ ദൈവമക്കളുടെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക്, ഒരു വിടുതലിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്നു, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, നീ അതിന്റെ ശബ്ദം കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. നമുക്കറിയാം, കാറ്റ് ഒരു നിഗൂഢതയാണ്, അല്ലേ? നമ്മൾ എവിടെ നിന്നാ കാറ്റ് വരുന്നതെന്നോ എവിടേക്ക് പോകുന്നതെന്നോ നമുക്കറിയില്ല. അപ്പോ ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനുമെന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് നമ്മളെ വിശ്വാസം പ്രകടിപ്പിക്കാനും വളർത്താനും പൂർത്തിയാക്കാനും നമ്മളെ സഹായിക്കും. വിശ്വാസം പ്രകടിപ്പിക്കുക. നമ്മളൊക്കെ എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം വളരെ ഭക്തിപൂർവ്വമൊക്കെ ചുറ്റുന്ന ആൾക്കാരാണ്. എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തില് ഈ വിശ്വാസം നമുക്ക് പ്രകടിപ്പിക്കുവാനോ ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്കറിയാം,
സഭയില് അനേകം രക്തസാക്ഷികൾ നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രക്തസാക്ഷിയാണ് വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ ലോറൻസ്. വിശുദ്ധ ലോറൻസിനെ മതപീഡകര് പിടിച്ചുകൊണ്ടുപോയിട്ട് ഒരു ഇരുമ്പ് പലകയിൽ കിടത്തിയിട്ട് അദ്ദേഹത്തെ അതിൽ പിടിച്ചു കിടത്തിയിട്ട് അടിയിൽ ഇങ്ങനെ തീ കൊടുക്കുകയാണ്. അങ്ങനെ ഇരുമ്പ് പലക ചുട്ടു പഴുത്തപ്പോൾ അതില് ഒരു പരാതിയും കൂടാതെ വിശുദ്ധ ലോറൻസ് അതിൽ കിടക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പടയാളികളെ വിളിച്ചിട്ട് പറയും, സഹോദരന്മാരെ ഒന്ന് വരിക, എന്റെ അടിവശം വെന്തിട്ടുണ്ട്, ഒന്ന് എന്നെ മറിച്ചു കിടത്തുക. ഇത് പുഞ്ചിരിയോടുകൂടിയാ പറയുന്നത് വിശുദ്ധ ലോറൻസ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ സാധിക്കണമെങ്കിൽ, ഈ ഒരു വിശ്വാസം നമ്മൾക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് കൂടാതെ സാധിക്കില്ല. നമുക്കറിയാം, ഒരു 2015 21 കോപ്റ്റിക് ക്രിസ്ത്യൻസ് ഇസ്ലാമിക് ഭീകരരാല് വധിക്കപ്പെടുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടതാണ്. നോക്ക് പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും വളർത്താനും ഈ പരിശുദ്ധാത്മാവ് സഹായിക്കും. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത്, യേശു കർത്താവാണെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതത്തില് കർത്താവാണ് ഉടമസ്ഥൻ എന്ന് പറയുവാൻ, എന്റെ എല്ലാം കർത്താവാണെന്ന് പറയുവാനായിട്ട് ഒരുവന് സാധിക്കണമെങ്കിൽ അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണമെന്ന് പൗലോസ് ശ്ലീഹ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പരിശുദ്ധാത്മാവിലൂടെ, കർമ്മല ടീച്ചർ പറഞ്ഞു, മാമോദീസായിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ ഒക്കെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. എന്നാൽ എവിടെ നിൽക്കുന്നു നമ്മുടെ വിശ്വാസം പ്രകടനങ്ങൾ? നമ്മൾ കുറെ ഭക്താചാരങ്ങൾ ചെയ്യുന്നതല്ലാതെ നമ്മുടെയൊക്കെ ജീവിതത്തില് ക്രിസ്തു മുഴച്ചു നിൽക്കുന്നുണ്ടോ? നമ്മുടെ ഓരോ പ്രവൃത്തികളില് ക്രിസ്തു ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക പ്രിയപ്പെട്ടവരെ. ഇവിടെയൊക്കെയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് അനിവാര്യതയായിട്ട് വരുന്നത്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും വളർത്താനും ഒക്കെ, നമുക്ക് സാക്ഷ്യം നൽകാനും ഒക്കെ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ശിഷ്യരായിട്ട് ഈ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്തുന്നു. ക്രിസ്തു ശിഷ്യരായി രൂപപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവൻ നടന്ന വഴിയിലൂടെ നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നമുക്കറിയാം, സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും ഞെരുക്കമേറിയതുമാണ്. ആ വഴികളിലൂടെ സഞ്ചരിക്കുവാനായിട്ട്, ഒരു ക്രിസ്തു ശിഷ്യനായിട്ട് രൂപപ്പെടുവാനായിട്ട് ഈ സത്യാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ സഹായിക്കുന്നു. ഞാൻ പലപ്പോഴും ആലോചിച്ചു പോകാറുണ്ട്, ഈ ജീവിതം മാത്രം, അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ മാത്രം, ഈ ലോക ജീവിതത്തിൽ മാത്രം നമ്മൾ ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ നമ്മൾ എത്ര മണ്ടന്മാരാണ്, എത്ര വിഡ്ഢികളാണ്. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ പറയുന്നില്ല, ഈ ലോകത്തെ ജീവിതത്തെ മാത്രം ക്രിസ്തു പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരങ്ങൾ നിർഭാഗ്യരാണ്. വളരെ മനോഹരമായിട്ട് പ്രഭാഷകന്റെ പുസ്തകത്തില് 18ാമത്തെ അധ്യായത്തിൽ 9, 10 തിരുവചനം പറയുന്നുണ്ട്. അത് പ്രകാരമാണ്, മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. ശ്രദ്ധിക്കണേ, 100 വയസ്സ് വരെ മനുഷ്യൻ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ 100 വർഷങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തിരി പോലെയുമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ദർശനം എവിടെയാണ്? നമ്മുടെയൊക്കെ ദർശനം സ്വർഗമാണോ? സ്വർഗം ലക്ഷ്യമായിട്ട് ജീവിക്കേണ്ട നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങിപ്പോവുകയാണ്. നമ്മുടെ ജീവിതം, അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. സ്വർഗത്തിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അനന്തമായി നീളുന്നതാണ്, അതിന് അവസാനമില്ല. അത്രയുള്ള ഒരു ജീവിതത്തിലേക്കാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാനായിട്ട് ഇന്ന് നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കും. വീണ്ടും ക്രൈസ്തവ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ വളർത്തുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവഹിതം അറിയുവാനായിട്ട് നമുക്ക് പറ്റാറില്ല. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനായിട്ട് ആവശ്യമായ കൃപ നൽകുന്നത് ഈ സത്യാത്മാവാണ്. ഈ സത്യാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഞാൻ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു 3 മാസത്തിനുള്ളിൽ നടന്നൊരു കാര്യമാണ്.
ഞാൻ നേരത്തെ ഒരു സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ വിയന്നയിലാണ് താമസിക്കുന്നത്. ഞാനിവിടെ ഡിസംബറിൽ അവസാനമാണ് വന്നത്. ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ 14 വർഷം ഇവിടെ ആയിരുന്നു. അന്ന് ഞാൻ ഇവിടെ ജോലി ചെയ്തിരുന്നത് ഒരു സാക്രിസ്റ്റ്യനായിട്ടാണ്, ഒരു കപ്പ്യാരായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് പോരുമ്പോഴേ എന്റെ നാട്ടിലെ ജോലി ബിൽഡിംഗ് ഡിസൈനിങ് ആണ്, ഒത്തിരി കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഞാൻ അവിടെ നിന്ന് പോരുമ്പോഴേ ഞാൻ ഇവിടെ എന്റെ ഒരു ജീവിതമല്ല, അല്ലെങ്കിൽ എന്റെ ഒരു ബെറൂഫ് അല്ല, എന്റെ ഒരു ജോലിയല്ല ഞാൻ ഇവിടെ ആഗ്രഹിച്ചത്. ഞാൻ ആഗ്രഹിച്ചത് ഇവിടെ ഒരു സാക്രിസ്റ്റ്യനായിട്ട് ജോലി ചെയ്യുക. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഞാൻ 14 വർഷം ഇവിടെ വന്നപ്പോഴും ആ ജോലിയാണ് എനിക്ക് ആദ്യമായിട്ട് ലഭിച്ചത്. ഞാൻ ആ ജോലിയിൽ ഒത്തിരി സംതൃപ്തനാണ്. കാരണം ദൈവത്തിന്റെ അൾത്താരെ കർത്താവ് വൈദികൻ കുദാശ വചനങ്ങൾ ഉച്ചരിച്ചു കഴിയുമ്പോൾ അവിടെ ബലിയർപ്പിക്കുന്ന അപ്പവും വീഞ്ഞും കർത്താവിന്റെ ശരീര രക്തങ്ങളായിട്ട് മാറുന്നു. ആ ബലിവേദിയെ സർവീസ് ചെയ്യാൻ കിട്ടുന്ന അതിനേക്കാൾ വലിയൊരു മഹത്തരമായ ജോലിയില്ല എന്ന് ഞാൻ അന്നേ തീരുമാനിച്ചു. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പേ ഞാൻ ആഗ്രഹിച്ചു, കർത്താവ് എനിക്ക് അങ്ങനെ ഒരു ജോലിയാണ് വേണ്ടത്. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു. എനിക്ക് ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ജീവിത പങ്കാളി ഇവിടെ ഉണ്ടായിരുന്നു. ജീവിത പങ്കാളിയോട് പ്രിൻസിയോട് ഇവിടെ അവര് നിരന്തരം ദേവാലയത്തിൽ പോകുന്ന പള്ളിയിൽ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു സാക്രിസ്റ്റ്യന്റെ ജോലി ഒഴിവുണ്ട്, നിന്റെ ഭർത്താവ് ഇവിടെ വരുമ്പോൾ ആ ജോലി സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ആ ജോലി തരാമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ആഗ്രഹം എന്താണെന്ന് പ്രിൻസിക്ക് അറിയാവുന്നത് കൊണ്ട് പ്രിൻസ് പറഞ്ഞു ഓക്കെ ആണ് എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ എന്റെ വരവിന് വേണ്ടി ഇവിടുത്തെ പള്ളി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്നാൽ എനിക്ക് വരാനായിട്ട് ഒത്തിരി താമസം എടുത്തു. എന്റെ വിസ കിട്ടാനൊക്കെ ഒത്തിരി താമസം വന്നു. അപ്പൊ പ്രിൻസ് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് ജോലി ഉറപ്പാണെങ്കിൽ ഒരു ലെറ്റർ തന്നാൽ അത് ഞങ്ങളുടെ വിസയ്ക്ക് കുറച്ച് എളുപ്പമാകും എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ തോമസിനെ ജോലിയിൽ എടുത്തോളാം എന്ന് പറഞ്ഞ ഒരു ലെറ്റർ പ്രിൻസിക്ക് കൊടുത്തു. ആ ലെറ്റർ എനിക്ക് നാട്ടിലേക്ക് അയച്ചു തന്നു. അത് ഞാൻ എൻ്റെ വിസ സബ്മിറ്റ് ചെയ്തപ്പോഴൊക്കെ ഞാൻ അത് കൊടുത്തു. അത് ഒത്തിരി സഹായകരമായിരുന്നു, ഒത്തിരി കൂടി എളുപ്പമാകുവാനായിട്ട് സാധിച്ചു. എന്നാൽ ഈ ഡിസംബർ മാസത്തിൽ എത്തിച്ചേരുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ എനിക്ക് ഡിസംബറിൽ ഇവിടെ ആദ്യ സമയത്ത് എത്താൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ ഡിസംബറിൽ ക്രിസ്തുമസ് സമയമായതുകൊണ്ട് ദേവാലയത്തിൽ അധികം ജോലി ഉള്ളത് കൊണ്ട് ഇവർക്ക് ഒരു ആളെ എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോ പ്രിൻസിയോട് പറഞ്ഞു, എന്റെ ഭർത്താവ് വരുമ്പോൾ 3 മാസത്തിനുള്ളിൽ ഇപ്പോൾ എടുക്കുന്ന ആളെ പറഞ്ഞു വിട്ടുകൊണ്ട് ഞാൻ ആ ജോലി തോമസിന് എന്നെ കൊടുത്തേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3 മാസത്തേക്ക് ടെമ്പററി ആയിട്ട് ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ സാക്രിസ്റ്റ്യനായിട്ട് എടുത്തു. അങ്ങനെ ഞാൻ ഇവിടെ ഡിസംബർ അവസാനം ഡിസംബർ 31 ഇവിടെ വന്നു. ജനുവരി 1 മുതൽ ഞാൻ ദേവാലയത്തിൽ പോകുന്നത് ഈ ദേവാലയത്തിലാണ്. അപ്പൊ ഞാനും കുടുംബവുമായിട്ട് ഞങ്ങൾ ദേവാലയത്തിൽ പോകുന്നു. ഈ മനുഷ്യനെ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനെ കണ്ടു, ഈ മനുഷ്യനെ പരിചയപ്പെട്ടു. ഈ മനുഷ്യന് 3 കുട്ടികളുണ്ട്, ഇവിടുത്തുകാരനാണ്. അപ്പോ ഞങ്ങൾക്ക് കുറച്ച് നാളുകൾ മുന്നോട്ട് പോയപ്പോ ഞങ്ങൾക്ക് മനസ്സിൽ ഒരു ഭാരം വരാൻ തുടങ്ങി. ഈ മനുഷ്യനെ മാറ്റിയിട്ടാണല്ലോ എനിക്ക് ആ ജോലി തരേണ്ടത് എന്നുള്ള ഒരു ചിന്ത ഞങ്ങളെ അലട്ടാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധാത്മാവ് ശക്തമായിട്ടുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങൾ അച്ഛനോട് പറയുക, ആ ജോലി വേണ്ട എന്ന് പറയുക. കാരണം ആ ആളെ തന്നെ ആ ജോലിയിൽ നിയമിക്കുക. ഞങ്ങൾ വേറെ ജോലി കണ്ടുപിടിച്ചോളാം എന്ന് അച്ഛനോട് പറയാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ആ പ്രചോദനം അനുസരിച്ച് ഞാനും പ്രിൻസിയും അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് ആ ജോലി വേണ്ട, ഞങ്ങൾ വേറെ ജോലി കണ്ടുപിടിച്ചോളാം, ആ ആള് തന്നെ ജോലിയിൽ സ്ഥിരപ്പെടുത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഈ വാക്ക് കേട്ടപ്പോ അച്ഛന്റെ മറുപടിയാണ് ഞങ്ങളത് ദൈവഹിതമായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ഞങ്ങളെ സഹായിച്ചത്. അച്ഛൻ പറയായിരുന്നു, എന്റെ നെഞ്ചത്തു നിന്ന് ഒരു ഭാരമുള്ള കരിങ്കല് മാറിയ ഒരു അനുഭവമായിരുന്നു. കാരണം അച്ഛന് ഞങ്ങളെ കാണുമ്പോൾ ഈ ലെറ്റർ ഞങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അച്ഛന് ഞങ്ങളെ കാണുമ്പോൾ ഈ ജോലി ഞങ്ങൾക്ക് തരണം, ഒരു കാരണമില്ലാതെ ഈ മനുഷ്യനെ പറഞ്ഞു വിടുകയും വേണം. അപ്പൊ അങ്ങനെ ഒരു വലിയ ഭാരത്തിലായിരുന്നു ആ വൈദികൻ ഇത് ഞങ്ങൾ പറഞ്ഞപ്പോ ഒത്തിരി സന്തോഷമായി. അച്ഛൻ പറഞ്ഞു, ഒത്തിരി നല്ല കുടുംബമാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പ്രചോദനം അത് ദൈവഹിതമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയിലേക്ക് പോയി. ഞങ്ങൾക്ക് ഇന്ന് പുതിയൊരു ജോലി കർത്താവ് ഇതേപോലെയുള്ള ഒരു ദേവാലയത്തിൽ, എന്നാൽ ഇതിനേക്കാൾ ഒത്തിരി വലിയൊരു ദേവാലയത്തിൽ, ഒത്തിരി ആളുകൾ വരുന്ന ഒരു ദേവാലയത്തിൽ ഒരു സാക്രിസ്റ്റ്യനായിട്ട് ജോലി എനിക്ക് തന്നു. മാർച്ച് 17-ാം തീയതി എനിക്ക് ജോലിക്ക് കയറാം.
പ്രിയപ്പെട്ടവരെ, ഇതേപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവഹിതം തിരിച്ചറിയാൻ നമ്മളൊരു തീരുമാനം എടുക്കേണ്ട സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾക്ക് മുന്നോട്ടുള്ള യാത്രയിലൊക്കെ ദൈവഹിതം തിരിച്ചറിയുവാൻ അതിന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനായിട്ട് ആവശ്യമുള്ള പ്രചോദനം ഈ സത്യാത്മാവ് നൽകും. അതുപോലെ വിശുദ്ധീകരിക്കുകയും വിശുദ്ധിയിൽ വളർത്തുകയും ചെയ്യുന്നു. വിശുദ്ധിയിൽ നന്മ ചെയ്ത് ജീവിക്കുന്നവർക്കുള്ളതല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വിശുദ്ധിയിൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിശുദ്ധിയിൽ വളരാൻ നമ്മളെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ വിശുദ്ധിയിൽ വളർന്നുകൊണ്ട് നമ്മുടെ ദൗത്യ നിർവഹണത്തിൽ നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കും. നമുക്കറിയാം, ഫിലിപ്പി 4:13 പറയുന്നുണ്ട് അല്ലെ, എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ആരാ പ്രിയപ്പെട്ടവരെ നമ്മളെ ശക്തനാക്കുന്നത്? അപ്പോസ്തലന്മാർ 1:8, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ എല്ലാം ദൗത്യങ്ങൾ, നമുക്ക് എന്തെല്ലാം ദൗത്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാനുണ്ടോ അവിടെയൊക്കെ വലിയൊരു സഹായകനായിട്ട് അവൻ നമ്മോടൊപ്പം ഉണ്ട്. അതുപോലെ പരിശുദ്ധ ത്രിത്വത്തിന്റെ സഹവാസ അനുഭവം നമുക്ക് ലഭിക്കുന്നു. നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി ഈ പരിശുദ്ധാത്മാവ് മാറ്റും. അതുപോലെ വരദാനങ്ങളില്, പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളില് നമ്മളെ വളർത്തും. സർവോപരി യേശുവിൽ നമ്മളെ വളർത്തുന്നു. എന്താണ് യേശുവിൽ ആത്മാവ് നമ്മളെ വളർത്തുന്നു എന്ന് പറയുക? യേശുവിൽ നമ്മളെ വളർത്തുന്നു എന്ന് പറയുമ്പോൾ യേശുവിന്റെ വ്യക്തിത്വവും യേശുവിന്റെ ശക്തിയും യേശുവിന്റെ സ്വഭാവവും എല്ലാം നമ്മുടെ സ്വഭാവമായിട്ട് മാറും. അപ്പോൾ നമ്മുടെ സ്വഭാവങ്ങളെല്ലാം യേശുവിന്റെ ആ വ്യക്തിത്വവും ശക്തിയും സ്വഭാവത്തിലേക്കൊക്കെ മാറുകയാണ്. യേശുവിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നമുക്കറിയാം. ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്. യേശുവിന്റെ ശക്തി എന്ന് പറയുന്നത് എന്താണ്? വിവിധങ്ങളായ വരങ്ങള്, വിവേചനവരം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരം, രോഗശാന്തി വരം, ജ്ഞാനവരം, ഇങ്ങനെ നിരവധി വരങ്ങൾ കൊണ്ട് നമ്മൾ നിറയുന്നു. അതുപോലെ യേശുവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങള്, ആനന്ദം, സമാധാനം, ക്ഷമ, ആത്മസംയമനം, സഹനശക്തി, കനിവ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, യേശുവിന്റെ മനസ്സിനും അവന്റെ സുവിശേഷത്തിനും അനുസൃതമായി അനുദിനം ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കാം. അതെ പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന ഒരു സുവിശേഷമായിട്ട് ഈ ഭൂമിയിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള കാലമത്രയും മുന്നോട്ട് ജീവിക്കുവാൻ ഈ പരിശുദ്ധാത്മശക്തി കൂടിയേ തീരൂ. ഈ പരിശുദ്ധാത്മശക്തി സൗജന്യദാനമാണ്, തികച്ചും സൗജന്യദാനമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് ധാരാളമായിട്ട് നൽകുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നത്. ഈ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നിറഞ്ഞുകൊണ്ട് നല്ല ഒരു ദൈവ പൈതലായിട്ട് വളരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും നല്ലൊരു കുമ്പസാരത്തിലൂടെയും തീവ്രമായി പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങണമെന്നും ഞങ്ങളെ പഠിപ്പിച്ച തോമസ് ഏട്ടന് ഒത്തിരി നന്ദി. അടുത്തതായി ഏതാനും അനൗൺസ്മെന്റ്സ് ആണ്. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചു എന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് മാർച്ച് മാസം 10 മുതൽ 15 വരെ അടുത്ത കോഴ്സ് മിസിയോ ഭവനിൽ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി ഈ നമ്പറുകളിൽ വിളിക്കുക. 906-195-4230 or 701-257-4557 എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഏതാനും സീറ്റുകൾ കൂടി ബാക്കിയുണ്ട്. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യ ആരാധനയിൽ ഇരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മതാധ്യാപകർക്കും ഒക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരി അച്ഛന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ
മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്ററാണ്. PDF ഫയലായിട്ടാണ് നിങ്ങൾക്കിത് ലഭിക്കുക. നമ്മൾ ഒരു മിഷൻ ആണെന്നുള്ള ബോധ്യം നൽകുവാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കുവാൻ പരിശ്രമിക്കണമേ. അനോണിമസ് ആയ ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്ന് അറിയിക്കുന്നു. ഈ ആഴ്ചയിലെ സബ് ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ ഒരു പ്രാർത്ഥനാ സെഷനായിട്ടായിരിക്കും നടത്തപ്പെടുന്നത്. അതിൽ പരിശുദ്ധാത്മാവ് അഭിഷേക പ്രാർത്ഥനയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും സബ് ഗ്രൂപ്പിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുമല്ലോ. പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സമയം കടന്നുപോയത് അറിഞ്ഞില്ല അല്ലേ? ഓൾറെഡി വൈൻഡപ്പ് ടൈം ആയി. അടുത്തത് വൈൻഡപ്പ് സെഷൻ ആണ്. അതിനായിട്ട് നമ്മുടെ എല്ലാമായ പ്രൊഫസർ CC ആലീസ് കുട്ടി ചേച്ചിയെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ജിൽബി, താങ്ക് യു വെരി മച്ച്. ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കറിയാം ഇപ്പം കർമ്മലിയുടെ പ്രൊക്ലമേഷനും ലൂസിയുടെ ടെസ്റ്റിമണിയും തോമസിന്റെ പ്രസന്റേഷനും എല്ലാത്തിലൂടെയും നമുക്ക് കാര്യങ്ങളെല്ലാം നല്ലോണം മനസ്സിലായി. നമ്മൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇതുവരെ ഒരുങ്ങിക്കൊണ്ടിരുന്നതെന്ന് അറിയാമല്ലോ. എന്ന് പറഞ്ഞാല് യോഹന്നാൻ 1:12 പറയുന്നത് വാചകം നിങ്ങൾക്ക് അറിയാമല്ലേ? അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവനിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് അവിടുന്ന് നൽകിയെന്ന്. അതായത് ഈ തുടക്കം മുതലേ ദൈവം നമ്മളെ സ്നേഹിക്കുന്നെന്നും പാപാവസ്ഥയിൽ നിന്ന് ഈശോ നമ്മളെ രക്ഷിച്ചെന്നും ആ രക്ഷ നമ്മുടെ സ്വന്തമാക്കാൻ നമ്മൾ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് നമ്മുടെ ജീവിതം കർത്താവിന് പൂർണ്ണമായിട്ട് അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ തരും. ഈ പരിശുദ്ധാത്മാവ് വരുന്നത് എന്തിനു വേണ്ടിയാ? നമുക്കറിയാം നമ്മളെല്ലാവരും മാമോദീസ മുങ്ങിയവരെല്ലാം പ്രേക്ഷിത ശിഷ്യരാണ്. അതായത് സെന്റ് ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണെന്നാ പറഞ്ഞത്. അപ്പോൾ ആ സുവിശേഷവൽക്കരണത്തിന്റെ മുഖ്യ പ്രവർത്തകൻ പരിശുദ്ധാത്മാവാ. നമ്മളൊക്കെ ഉപകരണങ്ങൾ. പക്ഷെ ദൈവമനുഷ്യ പങ്കാളിത്തം പ്രധാനപ്പെട്ടതുവാ. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ കൂടാതെ അതായത് ദൈവമക്കളായിട്ട് ജീവിക്കാനോ ഈശോയുടെ ജീവിതത്തിന്റെ ബാക്കി തുടരാനോ അതായത് ദൗത്യം തുടരാനോ നമുക്ക് സാധിക്കില്ല. അത്യാവശ്യമാണ്. ആത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കമായിരുന്നു ഈ ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ ചെയ്തത്. തമ്പരാനാണേലും ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാത്തിരിക്കുക. അപ്പൊ നമ്മൾ അതുപോലെ ദാഹിച്ച് അങ്ങോട്ട് ചോദിച്ചാൽ ചോദിക്കുന്നതിന് മുമ്പേ ചോദിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ മാമോദീസ മുങ്ങി സ്ഥൈര്യലേപനം ഒക്കെ സ്വീകരിച്ച് നമ്മൾ ഈ കൂദാശകളും കുർബാനകളും ഒക്കെ ആയിട്ട് പോകുന്ന നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഓൾറെഡി ഉണ്ട്. ആ പരിശുദ്ധാത്മാവ് കുറച്ച് ഓപ്പറേറ്റീവ് ആകാൻ കുറെ കൂടെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിന് തിമോത്തിയോട് പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ, എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ആത്മാവിനെ നീ ഉജ്ജ്വലിപ്പിക്കണമെന്ന്. ആ ഒരു ഉജ്ജ്വലനമാണ് നമുക്കിപ്പോ ആഴ്ചത്തെ പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്നതെന്ന് ഓർക്കാം. അപ്പൊ ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മള് അങ്ങോട്ട് സഹകരിച്ച് പരിശുദ്ധാത്മാവിനെ നമ്മൾ അങ്ങോട്ട് സ്വീകരിക്കുമ്പോഴാ ശരിക്ക് നമ്മൾ എന്താണോ ആരാണോ എന്തായി ചെയ്യേണ്ടതോ അത് ചെയ്യാൻ, അതായത് നമ്മുടെ വിശുദ്ധീകരണത്തിനും സഭയുടെ പഠിത്തത്തിനും സഭയുടെ ദൗത്യം നിറവേറ്റുന്നതിനും പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഈശോ പറഞ്ഞു എന്നെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഈശോ എന്ന് പറഞ്ഞു ശിഷ്യരോട് പറഞ്ഞു ഓർക്കുന്നില്ലേ? എനിക്കിനി നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഈശോയ്ക്ക് മനസ്സിലായി പറഞ്ഞതൊന്നും ഇവർക്ക് മനസ്സിലായില്ല, ഒന്നും എത്തിയിട്ടില്ലെന്ന് മനസ്സിലായി. അപ്പോഴാ പറഞ്ഞത് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവിനെ അയക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും, നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യും. ഇതാകൊണ്ടെന്നാണോ പറഞ്ഞിട്ട് ടോമിച്ചന്റെ മെസ്സേജ് എനിക്ക് അങ്ങ് മനസ്സിലായില്ല. അപ്പൊ പിന്നെ പിതാവിന് കൊടുത്തേക്കാം. പിതാവേ താങ്ക് യു. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഞാനൊരു യാത്ര കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് ഓടി എത്തിയുള്ളൂ. എന്നിട്ട് എല്ലാരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അവര് അപ്പൊ നമ്മള് നൊയമ്പ് കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്.
ഇതൊരു വലിയ കൃപയുടെ ഒരു കാലഘട്ടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. നമുക്ക് നൊയമ്പ് എന്ന് പറയുന്നത് വെറുമൊരു ചടങ്ങല്ല, അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു അവസരമാണ്, പുതുക്കലിൻ്റെ ഒരു അവസരമാണ്. നമുക്കറിയാം, ഇവിടെയൊക്കെ അമേരിക്കയിലൊക്കെ ഈ വിന്റർ കാലഘട്ടത്തിൽ എല്ലാ മരങ്ങളും ഇല പൊഴിക്കും. പിന്നെ വെറും വിറകുകൊള്ളി മാതിരി ഇങ്ങനെ എല്ലാ മരങ്ങളും ഇവിടെ കാണുന്നവർക്കറിയാം, ഒന്നുമില്ല, മരത്തുമ്മ ഒന്നുമില്ല, വെറും മരം മാത്രമായിട്ട് ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കും ഈ തണുപ്പിൽ. ഇനി ഈ വിന്റർ കഴിഞ്ഞ് സ്പ്രിങ് തുടങ്ങും ഒരു മാസം കഴിയുമ്പോൾ. അപ്പോഴത്തേനും എവിടെ നിന്നാണെന്ന് അറിയില്ല, പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ഈ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കണ ഈ മരങ്ങളൊക്കെ പെട്ടെന്ന് ഇല വളർന്ന് അതൊരു ഭയങ്കര കാടായിട്ട് മാറുകയും ചെയ്യും. ഇപ്പൊ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാം ഇങ്ങനെ വിരസമായിട്ട് വളരെ വിജനമായിട്ട് നമുക്ക് തോന്നും. എന്നാൽ ഈ സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്ന ആ കാലഘട്ടം വരുമ്പോൾ പെട്ടെന്ന് എല്ലായിടത്തും പച്ചപ്പുകളായി, എല്ലായിടത്തും ഇലകളായി, ഭയങ്കര ഒരു വ്യത്യാസം പ്രകൃതിയിൽ വരികയാണ്. അപ്പോൾ ഈ നൊയമ്പ് കാലം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്, ഇപ്പം നമുക്ക് ഒരു വരൾച്ചയുടെ ഒരു കാലഘട്ടമാണ്. നമ്മളിങ്ങനെ എല്ലാം ഒരുങ്ങി എല്ലാം നമ്മുടെ പഴയ പടങ്ങളൊക്കെ പൊഴിച്ച്, ചില പാമ്പുകളൊക്കെ അങ്ങനെ ചെയ്യുന്ന പറയുന്നത്, പാമ്പ് അതിൻ്റെ പടം പൊഴിച്ച് കളഞ്ഞ് പുതിയ അതിൻ്റെ തൊലി, അതിന് സ്കിൻ ഉണ്ടാകുന്നു. അങ്ങനെയാണ് അത് കൂടുതലായിട്ട് റീജുവനേറ്റ് ചെയ്യുന്നത്, വീണ്ടും വീണ്ടും അതിനെ പുനർജീവിപ്പിക്കുന്നത്. ഇപ്പം ഈ നൊയമ്പ് കാലം എന്ന് പറയുന്നത് അപ്രകാരമുള്ള ഒരു പുനർജീവനത്തിന് അല്ലെങ്കിൽ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് പരമ്പരാഗതമായിട്ട് സഭ നമ്മോട് അനുശാസിക്കുന്ന 3 മാർഗങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം. അത് നമ്മൾ മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളും ഈ ഒരു മാർഗത്തിലൂടെയാണ് അവരെ പുതുക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുള്ളത്. ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും മൂലം അവരെ തന്നെ വിശദീകരിക്കുവാനും പുതുക്കിയെടുക്കുവാനുമായിട്ട് അവർ ശ്രമിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ. ഇപ്പം എന്താണ് ഈ ഉപവാസം എന്ന് പറയുന്നത്? ഉപവാസം എന്ന് പറയുന്നത് ഉപവസിക്കുക, കൂടെ വസിക്കുക എന്നുള്ളതാണ്. ആരുടെ കൂടെ വസിക്കുന്നതാണ്? കർത്താവിൻ്റെ കൂടെ നമ്മൾ വസിക്കുന്നതാണ്. നമ്മൾ ഈ ആൾക്കാർ ബീഡി കത്തിക്കാനായിട്ടില്ല, സിഗരറ്റ് കത്തിക്കണത് എങ്ങനെയാണ്? വേറെ ഒരു തീക്കനലിൽ കൊണ്ടുപോയിട്ട് ഈ വീഡിയോ സിഗരറ്റ് വെക്കും, അല്ലെങ്കിൽ തീപ്പെട്ടി കത്തിച്ച് നമ്മൾ ഒരു സിഗരറ്റിൽ കൊളുത്തുമ്പോഴാണ് അത് കത്തുപിടിക്കുന്നത്. അതുകൊണ്ട് ആ തീപ്പെട്ടി കൊള്ളിക്ക് ഒരു കുറവും വരുന്നില്ല, ആ തീക്ക് ഒരു കുറവും വരുന്നില്ല. എന്നാൽ അതിൽ നിന്ന് ആ തീ പകർന്ന് മറ്റൊന്നിനെ തീ പിടിപ്പിക്കാനായിട്ട് അതിനൊരു വിഷമവും ഇല്ല, അതിനൊരു സങ്കടവും ഇല്ല. അത് മറ്റേ സിഗരറ്റിനെ അത് കത്തിപിടിപ്പിക്കും. ഇതുപോലെ എല്ലാം വിറകൊള്ളികളൊക്കെ അങ്ങനെയാണ് കത്തിപിടിപ്പിക്കുന്നത്. ഇതുപോലെ നമ്മൾ കർത്താവിനോട് ചേർന്ന് ഇരുന്ന് കർത്താവിനോടൊപ്പമായിരുന്ന് ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമുക്ക് ഒരു സ്പാർക്കിംഗ്, ആ ഒരു തീ പിടിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ നമ്മെ തീ പിടിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് നിങ്ങളുടെ ചർച്ചാ വിഷയം പരിശുദ്ധാത്മാവായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ അതിന് ഏറ്റവും അധികം സജ്ജമാക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടം നമ്മൾ ഈശോയോടൊപ്പം യാത്ര ചെയ്യുന്ന കാലഘട്ടമാണ്. സഭ ഓരോ കാലഘട്ടവും തിരിച്ചിരിക്കുന്നത് നമ്മൾ ഈശോയോടൊപ്പം സഞ്ചരിക്കുക, യാത്ര ചെയ്യുക എന്നുള്ളത് കണക്കാക്കിയിട്ടാണ്. ഇപ്പോൾ സിറോ മലബാർ സഭയിലാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദനഹ കാലം എന്ന് പറയുന്നത് ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തെയാണ് അനുസ്മരിപ്പിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ ഈശോ കുറേ അത്ഭുതങ്ങൾ ചെയ്യുന്നതും പ്രസംഗിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ, ഈശോയെ തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നതുമായ കാര്യങ്ങളായിരുന്നു. എന്നാൽ ഇനി അവിടുത്തെ ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് അവിടുന്ന് മലയിലേക്ക് കയറുകയാണ്. അപ്പോൾ അതൊരു മലകയറ്റമാണ്. അത് തുടങ്ങുന്നത്
ഈ നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 51-ാം വാചകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹി സെറ്റ് ഹിസ് ഫേസ് ടുവേഴ്സ് ജെറുസലം. അവിടുന്ന് ജെറുസലത്തേക്ക് തൻ്റെ മുഖം തിരിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗത്തോടു കൂടിയുള്ള സുവിശേഷങ്ങളിലെ പ്രമേയങ്ങൾ മുഴുവൻ ഈശോയുടെ പീഡാനുഭവത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. അവിടെയാണ് ഈശോയുടെ ദൗത്യം പൂർത്തീകരിക്കപ്പെടേണ്ടതായിട്ടുള്ളത്. അല്ലാതെ കുറെ ഇങ്ങനെ അത്ഭുതങ്ങൾ മാത്രം പ്രവർത്തിച്ച് പ്രസംഗം പറഞ്ഞ് നടക്കാനല്ല ഈശോ വന്നത്. ഈശോ വന്നത് ഒരു വലിയ ദൗത്യം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈശോ തന്നെ പറയണ്ടേ, എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്, അത് പൂർത്തിയാകുന്നവരെ ഞാൻ അസ്വസ്ഥനാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ആ മാമോദീസയിലേക്കാണ് ഈശോ നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടുന്ന് പ്രയാണം ചെയ്യുന്നത്. അപ്പൊ നമ്മളും ഈ ഈശോയോടൊപ്പം നമ്മൾ നടക്കുകയാണ്, സഞ്ചരിക്കുകയാണ്. അപ്പോൾ പരസ്യ ജീവിതകാലത്ത് കുറേ അത്ഭുതങ്ങളൊക്കെ നമ്മൾ ഈശോയുടെ കണ്ടു, ഈശോയോടൊപ്പം നമ്മൾ ആ അത്ഭുതങ്ങളിലൊക്കെ പങ്കെടുത്തു, അതിൻ്റെ മാധുര്യമൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഇനി അവിടുത്തെ പീഡാനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പം അതിന് നമ്മൾ ഈശോയോട് കൂടെ ആയിരുന്നു കൊണ്ട് നമുക്ക് 3 ഊന്നുവടികളാണ് അതിന് സഭ നമുക്ക് നൽകുന്നത്. ആ ഊന്നുവടികൾ 3 ഉള്ളത്. ഒന്ന് ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം. ഉപവാസം എന്ന് പറഞ്ഞാൽ ഈശോയോടൊപ്പം ആയിരിക്കുക. അവിടുന്ന് തന്നോട് കൂടി ആയിരിക്കുവാനായിട്ട് അവരെ വിളിച്ചു എന്നാണ് മാർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടുന്നോടൊപ്പം ആയിരുന്നുകൊണ്ട് നമ്മൾ ആ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർത്ത് നമ്മുടെ പീഡാനുഭവങ്ങളും നാം ചേർത്ത് വയ്ക്കുക. നമ്മുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചേർത്ത് വെച്ച് ആ സഹനത്തിൻ്റെ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നൊയമ്പിൻ്റെ കാലഘട്ടത്തിൽ സഭ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. അത് നമ്മുടെ ഒരു ക്രൈസ്തവമായ വീക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ലോകം എപ്പോഴും പറയുന്ന ഈ സഹനങ്ങളൊന്നും ഞങ്ങൾക്ക് സഹനങ്ങളെ മാറ്റിക്കളയാനാണ് സഭ ലോകം എപ്പോഴും നമ്മോട് ആവശ്യപ്പെടുന്നത്. എനിക്ക് ഈ സഹനങ്ങളൊന്നും വേണ്ട, എന്നെ എല്ലാം പൂവിരിച്ച പാതയിലൂടെ കൊണ്ടുപോകണമേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ മാനുഷികമായ ലൗകികമായ ചിന്ത അങ്ങനെയാണ്. എന്നാൽ ഈശോ നമുക്ക് നൽകുന്നതായ ആ ഒരു മാർഗം എന്ന് പറയുന്നത് കുരിശിന്റെ മാർഗമാണ്. നമ്മൾ നിന്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്ന് പറയുന്ന ആ യേശുവിനോടൊപ്പം കുരിശ് താങ്ങി പോകാനായിട്ട് നമ്മുടെ കുരിശെടുത്താൽ മതി. ഈശോയുടെ കുരിശെടുക്കല് നമ്മൾ നോക്കണ്ട. പലരും ഈശോയുടെ കുരിശെടുത്തുകൊണ്ട് നടക്കാനാണ് താല്പര്യം. നമ്മുടെ കുരിശെടുക്കാനായിട്ട് നമുക്ക് വിമുഖതയാണ്. അപ്പോൾ നമ്മുടെ കുരിശ് തന്നെ നമ്മൾ എടുക്കാനാണ് കർത്താവ് പറയുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ മലയാറ്റൂർക്കൊക്കെ പോണവര് വലിയ കുരിശൊക്കെ ഉണ്ടാക്കി അവർ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് പോണ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല കാര്യം. ഒരു ത്യാഗത്തിന്റെ, പരിഹാരത്തിന്റെ ഒക്കെ ഒരു വേദന സഹിക്കാനുള്ള സന്നദ്ധതയുടെ ഒക്കെ ഒരു ബാഹ്യമായ അടയാളമാണ്, ആ ഒരു സന്നദ്ധതയാണ് അതിലൂടെ കാണിക്കുന്നത്. അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാം. പക്ഷേ ആർ യു റെഡി ടു ടേക്ക് യുവർ ക്രോസ്? നമ്മുടെ കുരിശ് വരുമ്പോൾ അയ്യോ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഞാൻ വേണമെങ്കിൽ ഈ മരത്തിന്റെയോ ഇത് വേണേ കല്ലിന്റെ കുരിശ് വേണമെങ്കിൽ ഞാൻ എടുക്കാം, എന്നാലും വേണ്ടില്ല, എനിക്ക് എൻ്റെ കുരിശ് എടുക്കാൻ എനിക്ക് പറ്റണില്ല. അങ്ങനെ ഉള്ള ഒരു അല്ല ഈശോ പറഞ്ഞത്. ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം നിന്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞത് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്കുള്ള എല്ലാ വേദനകളും സന്തോഷങ്ങളും ദുഃഖങ്ങളും പരിഭവങ്ങളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള സന്നദ്ധത നമുക്കുണ്ടാകുക. ഇത് നമ്മൾ ചുറ്റിലും കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെയൊക്കെ ആരംഭം എവിടെയാണ്? നമുക്ക് ആ കുരിശ് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ മറ്റുള്ള കുരിശൊക്കെ എടുക്കാൻ തയ്യാറാണ്, പക്ഷെ നമ്മുടെ കുരിശെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നില്ല. അപ്പോൾ അതിനൊക്കെ അവസാനം അത് ചെന്ന് എവിടെയോ ഇടിച്ച് തകരുന്ന വാർത്തകളാണ് എല്ലാ ദിവസവും നമ്മൾ പത്രങ്ങളിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നോമ്പുകാലം നമ്മെ പഠിപ്പിക്കേണ്ടതായ ഒരു വലിയ വസ്തുത, എൻ്റെ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഈശോയോടൊപ്പം എനിക്ക് നൽകിയിട്ടുള്ള ആ കുരിശുകളെ സന്തോഷത്തോടുകൂടി ഏറ്റെടുത്ത് കർത്താവിനോടൊപ്പം നടക്കാനായിട്ട് നമുക്ക് കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഉപവാസത്തിലൂടെയൊക്കെ നമ്മൾ ശ്രമിക്കുന്നത് അതാണ്, ഉപവസിക്കുക, കർത്താവിനോടൊപ്പമായിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, ഞാൻ ഇറച്ചി ഉപേക്ഷിച്ചു, അത് വലിയൊരു പുണ്യമായിട്ട് നമ്മൾ കൊട്ടി ഘോഷിച്ച്. ഇപ്പോൾ ഇറച്ചി ഇപ്പോൾ ഈ BJP ഭരിക്കുന്ന പല സ്റ്റേറ്റിലും ഇറച്ചി നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും ഉപവസിക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും?
അവരെല്ലാം ഭയങ്കര ക്രിസ്ത്യാനിയുടെ പുണ്യത്തിലാണ് വളരണേന്ന് പറയാൻ പറ്റും. അവർക്ക് ഇറച്ചി അവിടെ കിട്ടാനില്ല. അവർക്ക് ഇറച്ചി ഈസ് നോട്ട് എ മാറ്റർ ഓഫ് ദെയർ ഫുഡ്. അതൊരു ഭക്ഷണത്തിന്റെ ഭാഗമേ ആകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇറച്ചി ഉപേക്ഷിക്കുന്നതിലോ അല്ലെങ്കിൽ അതിലോ ഒക്കെ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കരുത് നമ്മുടെ ഉപവാസം അല്ലെങ്കിൽ നമ്മുടെ ഈ നൊയമ്പ് എന്ന് പറയുന്നത്. എന്നെ തന്നെ ഞാൻ ഉപേക്ഷിക്കാനായിട്ട്, എൻ്റെ അഹത്തെ ഉപേക്ഷിക്കാനായിട്ട്, എന്നിലുള്ള അഹങ്കാരത്തെ, എന്നിലുള്ള ഞാൻ വലിയവനാണെന്നുള്ള ഒരു ഭാവത്തെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് കഴിയുമോ എന്നുള്ളതാണ് ഈ ഉപവാസ കാലഘട്ടം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ വസ്ത്രങ്ങളല്ല, നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത് എന്ന് പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ കീറാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥന നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു അവസരമാണ്, സന്ദർഭമാണ്. സോ ദാറ്റ് കണക്ട്സ് അസ്. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു പിടി ആളുകൾ ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പണ്ടത്തെക്കാളൊക്കെ ഇപ്പോൾ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് വളർന്നിട്ടുണ്ട്. ഭൗതിക രീതിയിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ കണ്ടമാനം വളർന്നിട്ടുണ്ട്. ഇപ്പോൾ വലിയ വിദേശങ്ങളിൽ, ഇപ്പോൾ ഏത് ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് നമുക്ക് നിമിഷ നേരം കൊണ്ട് നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയുന്നു, നമ്മുടെ സൗഹൃദങ്ങൾ പുലർത്താനായിട്ട് കഴിയുന്നു, അല്ലെങ്കിൽ നമുക്ക് ആ ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് കഴിയുന്നു. അപ്പോൾ ഹൗ ഐ കീപ്പ് മൈ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവമായിട്ടുള്ള എൻ്റെ ബന്ധം ഞാൻ എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്, അതിന് ഞാൻ എന്തുമാത്രം ഫ്രീക്വൻസി എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് ഇൻറ്റൻസിഫൈ ചെയ്യാനായിട്ട്, കൂടുതൽ തീവ്രമാക്കാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഈ നോമ്പ് കാലത്ത് നമുക്ക് സഭ നൽകുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഒരു പ്രാർത്ഥന എത്തിച്ചു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് പ്രാർത്ഥന എത്തിച്ചു, അല്ലെങ്കിൽ വൈകുന്നേരം നേരത്ത് ഒരു കൊന്തെത്തിച്ചു. അതുകൊണ്ട് മാത്രം തീരുന്നില്ല. ഞാൻ കുറെ കൂടി പ്രാർത്ഥനയിലൂടെ ദൈവമായിട്ട് സംസാരിക്കാനും ദൈവമായിട്ട് സമ്പർക്കത്തിൽ ആയിരിക്കുവാനും നമുക്ക് ഈ അവസരം കൂടുതലായിട്ട് വിനിയോഗിക്കണം. അതുപോലെ ദാനധർമ്മം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർ വിചാരിക്കുന്നു, ഞാൻ ഈ നോമ്പ് കാലത്ത് തന്ന ആർക്കെങ്കിലും കുറച്ച് ധർമ്മം കൊടുക്കാം, കുറച്ച് പൈസ കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാം. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുന്നതോ എന്തെങ്കിലും ദാനധർമ്മം ചെയ്യുന്നതിലോ മാത്രമല്ല, ഞാൻ മറ്റൊരു സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഹൃദയം എന്തുമാത്രം ഞാൻ തുറക്കുന്നുണ്ട്, അവരെ ഞാൻ എന്തുമാത്രം ഉൾക്കൊള്ളുന്നുണ്ട്, അവരുമായിട്ടുള്ള എൻ്റെ ആ സമ്പർക്കത്തിൽ ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മോട് പറയുന്നത്, നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാർത്ഥതയില്ലാതെ, പ്രതിഫലേച്ഛയില്ലാതെ, എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ വെക്കാതെ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് തയ്യാറാകുന്നതിലാണ് അതിലിരിക്കുന്നത്. അതിനകത്ത് ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായ സഹായം ചെയ്യേണ്ടി വന്നാൽ സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് സഹായം ചെയ്യാനുള്ള സാധ്യത അതിനകത്തുണ്ട്. അതുമാത്രമല്ല, ചിലപ്പോൾ രോഗിയായിട്ടിരിക്കുന്ന ഒരാളെ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? ഒരാളിപ്പോൾ ഒരു കറുത്ത ഒരാളോടാണെങ്കിൽ നമ്മുടെ മനോഭാവം എന്താണ്? ഒരു ഉയരം കുറഞ്ഞ ഒരാളോട് നമുക്ക് എന്താണ്? ഉയരം കൂടിയ ഒരാളോട്, ഒരു പണമുള്ള ഒരാളോട് നമുക്ക് എന്താണ് മനോഭാവം? പണമില്ലാത്ത ഒരാളോട് നമുക്ക് എന്താണ് മനോഭാവം? ഇങ്ങനെ മറ്റ് മതത്തിൽപ്പെട്ടവരോട് നമുക്ക് എന്താണ് മനോഭാവം? അങ്ങനെ എല്ലാ ഭാഗത്തും നമുക്കൊരു ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ് എന്നാണ് ഈ ദാനധർമ്മം എന്നുകൊണ്ട് ആ ഒരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ഒരു വാക്കിന് ഒരുപാട് തലങ്ങൾ ഉണ്ട്. അത് വിശാലമായ ഒരുപിടി കാര്യങ്ങൾ നമ്മോട് പറയുന്ന ഒരു വാക്കാണ് ഈ ദാനധർമ്മം എന്ന് പറയുന്നത്. ഹൗ മച്ച് ഐ ആം ഓപ്പൺ ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് ഞാൻ എന്തുമാത്രം എന്നെ തന്നെ തുറന്നു കൊടുക്കുന്നുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ദാനധർമ്മം ഇരിക്കുന്നത്. ഇതിലെല്ലാം നിഴലിക്കുന്ന ഒരു പ്രധാന ഘടകം എന്താണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നതും പരിശുദ്ധാത്മാവിനെയാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൽ കേന്ദ്രീകൃതമായ ഒരു ക്രൈസ്തവ ജീവിതത്തിന് ഇതെല്ലാം വളരെ എളുപ്പമായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിൽ ഒരു മടുപ്പ് തോന്നില്ല, അതിനെക്കുറിച്ച് ഒരു പരാതി ഉണ്ടാവില്ല. ഇത് ചിലര് ഒരു സൂത്രത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതിനോട് നമുക്ക് ആത്മാർത്ഥത പുലർത്താനായിട്ട് സാധിക്കുക. ട്രാൻസ്പാരൻസി, അതാണ് നമ്മുടെ ബന്ധങ്ങളിലുള്ള ട്രാൻസ്പാരൻസി. ദൈവത്തോടുള്ള ബന്ധം ദൃഢമാക്കുക, സഹോദരങ്ങളോടുള്ള ബന്ധം ദൃഢമാക്കുക,
അങ്ങനെ ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ പൂർണ്ണത അങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ അതിന് പ്രചോദിപ്പിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ അത് വ്യക്തമാക്കി തരികയും ചെയ്യും. അപ്പോൾ നമുക്കൊരു ക്രിസ്തീയ പൂർണ്ണതയിലേക്കുള്ള ഒരു വളർച്ച സാധിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഈശോയുടെ പീഡാസഹനങ്ങളിലൂടെ നടക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നമ്മുടെ പീഡാനുഭവങ്ങൾ, നമ്മുടെ തന്നെ വേദനകൾ ഏറ്റെടുക്കാനായിട്ട്, പരാതി കൂടാതെ ഏറ്റെടുക്കുവാനായിട്ടുള്ള സന്നദ്ധത പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ഈ നോമ്പ് കാലത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിത വിശദീകരണത്തിനായിട്ട് അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുകയാണല്ലോ. ഈ ജീവിത വിശദീകരണ കാലഘട്ടത്തിൽ അവിടെ ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. അവിടത്തോടൊപ്പം സഞ്ചരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എൻ്റെ കുരിശുമെടുത്തുകൊണ്ട് പിന്നാലെ വരുവാനായിട്ട് ആഹ്വാനം ചെയ്ത ഈശോയെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ വിഷമതകളും പ്രയാസങ്ങളും ഞങ്ങൾ അങ്ങയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ഈ ഒരു 50 ദിവസത്തെ കാലഘട്ടം ഭംഗിയായും മനോഹരമായും ഫലദായകമായും ചെലവഴിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പല ലോക കാര്യങ്ങളിൽ വ്യഗ്രതരായിരിക്കുന്ന ഞങ്ങളുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ഞങ്ങളുടെ എല്ലാ ആലോചനകളെയും അവിടുന്ന് അങ്ങിലേക്ക് തിരിച്ച് പിടിപ്പിക്കണമേ. അങ്ങനെ അങ്ങിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ, സഹായിക്കണമേ. ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ കൃപകളും തന്ന് ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. താങ്ക് യു പിതാവ്. ഒത്തിരി തിരക്കിനിടയിൽ ഓടി പിടിച്ചു വന്നതിന് പിതാവ് എന്തായാലും നല്ല സുന്ദരനായിട്ടുണ്ട്. ദിവ്യകാരുണ്യ കോൺഗ്രസ് അടുത്ത് വരുന്നോണ്ടാണെന്നാ തോന്നുന്നത്. ഞങ്ങളുടെ രൂപതയുടെ ജൂബിലിയാണേ. ഈ 22-ാം തീയതി ജൂബിലി 25 വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ 22-ാം തീയതി അതിന്റെ ഉദ്ഘാടനം ഉണ്ട്. അത് കഴിഞ്ഞാൽ മെയ് മാസത്തില് ഞങ്ങൾക്ക് ഒരു യൂക്കറിസ്റ്റിക് കോൺഗ്രസ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങള് ഈശോയിൽ കേന്ദ്രീകൃതമായിട്ട് ഞങ്ങളുടെ രൂപതയെ വളർത്താനായിട്ട് എന്ത് ചെയ്യും എന്നുള്ള ഈശോയെ കൂട്ടുപിടിക്കുക എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, സഹായിക്കണം. നിങ്ങളുടെ കൂടി ഒക്കെ കൂടിയുണ്ട് പിതാവേ. താങ്ക് യു വെരി മച്ച്. ഏതായാലും നോമ്പ് കാലത്തിന്റെ തുടക്കം പിതാവിന്റെ ആശീർവാദത്തോടു കൂടി നന്നായിട്ട് തുടങ്ങാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അതെ അതെ. ഇത് പിന്നാലെ ഞാൻ ഇന്ന് ഞായറാഴ്ച പള്ളിയിൽ പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഓ അച്ഛാ, പിതാവ് ഭയങ്കര നല്ല പ്രസംഗമായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗം പറഞ്ഞ് ഞാൻ നന്നാവണതല്ലാണ്ട് ആളുകൾ നന്നാവണില്ല. അപ്പൊ എന്ന് പറഞ്ഞോണം, ഈ പ്രസംഗത്തിനൊന്നും എങ്ങും കുറവൊന്നുമില്ല. ഏതായാലും പിതാവ് നമ്മളോട് പറഞ്ഞതുപോലൊക്കെ നമുക്ക് മുമ്പോട്ട് ജീവിക്കാനാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം. അറിയില്ലേ, ആബാ പിതാവ് എന്ന് വിളിക്കാനും പരസ്പരം സഹോദരനായിട്ട് തിരിച്ചറിയാനും ആ ഒരു ഷെയറിങ്ങും ഒക്കെ നടക്കണമെങ്കിൽ അതുകൊണ്ട് നമുക്ക് തീക്ഷ്ണതയോടെ ഈ ആഴ്ചയില് പ്രത്യേകിച്ച് നമുക്ക് ഗ്രൂപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അത് നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പിന്നെ ഓരോ ദിവസവും നമ്മുടെ ഒരുക്കം എത്ര കൂടുതലാകുന്നോ അത്രയും കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്കുണ്ടാകും. പരിശുദ്ധാത്മാവ് എത്ര ആക്റ്റീവായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നോ അത്രയും നമ്മള് വിശുദ്ധിയിൽ വളരുകയും സഭയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുകയും സഭയുടെ ദൗത്യം ചെയ്യാൻ പ്രാപ്തരാകുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈ നോമ്പ് കാലത്തെ നമ്മളുടെ ഈ യാത്രയില് ഞാൻ അതിനെ ഒരു ഉപമയിലൂടെ കാണുന്നത്, നമ്മളിപ്പോ ഒരു യാത്ര ചെയ്യുമ്പോൾ വണ്ടിയിലോ ഇതിലൊക്കെ ആണെങ്കിൽ നമുക്കതിന് ഒരു ഫ്യൂവൽ വേണം, ഒരു ഇന്ധനം വേണം. അപ്പൊ അതിനുള്ള ഒരു ഇന്ധനമാണ് നമ്മുടെ പരിശുദ്ധാത്മാവ്. നമ്മുടെ കോഴിക്കോട് രൂപതയിൽ നിന്നുള്ള ഔസേപ്പച്ചൻ നമ്മളോട് സംസാരിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എല്ലാവരോടും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് ഒത്തിരി താങ്ക്സ്. ഞാൻ ഒഫീഷ്യലായിട്ട് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട അഭിവന്യ പിതാവ് മാ ജോയ് ആലുപാട്ട് ബിഷപ്പിന് ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ മിസിയോ 16-7 ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനോട് കൂട്ടിച്ചേർന്ന് ഈ നോയമ്പ് കാലം ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ദാനധർമ്മത്തോടെയും എങ്ങനെ വളരെ
അഭിമന്യ പിതാവ് മാർ ജോയ ആലപ്പാട്ടിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ വൈൻഡപ്പ് സെഷൻ ആലീസ് കുട്ടി ചേച്ചിയാണ് നടത്തിയത്. ഒത്തിരി നന്ദി ആലീസ് കുട്ടി ചേച്ചി. അടുത്തതായി നമ്മുടെ ക്ലോസിംഗ് മെസ്സേജ് പ്രെയർ ആൻഡ് ബ്ലെസ്സിങ്ങിനായിട്ട് പ്രിയ ബഹുമാനപ്പെട്ട റെവറൻ ഫാദർ ഔസേപ്പച്ചൻ പുത്തൻപരക്കലാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇല്ലേ? ഉണ്ട്, അച്ഛനുണ്ട്. കാണാൻ കിട്ടിയില്ല. അച്ഛാ, ഹലോ. അച്ഛന്റെ വീഡിയോ ഒന്ന് ഓൺ ചെയ്യുവോ? അച്ഛനെ കേൾക്കാൻ പറ്റുന്നില്ല അച്ഛാ. അച്ഛന്റെ വീഡിയോ ഓൺ ആയില്ലല്ലോ. അവിടെ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടോ അച്ഛാ? സൗണ്ട് കേൾക്കുന്നില്ല. സൗണ്ട് കേൾക്കുന്നില്ല അല്ലേ? ഇപ്പൊ കേട്ടു. വീഡിയോ ഓൺ അല്ലല്ലോ. സോറി, അത് നെറ്റ് അല്പം കൂടി നെറ്റ് ഉള്ളിടത്തേക്ക് മാറിയാൽ വീഡിയോ ഓൺ ആവും. ആണോ? അച്ഛൻ സംസാരിച്ചോ? ഓക്കെ. എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ്. ശംശയായി സ്വീകരിക്കട്ടെ. ഈ ഒരു സെഷൻ കേൾക്കുവാനും അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിനോടുകൂടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇന്നേ ദിനം നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചതിന് ദൈവത്തോട് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ശക്തിയായി അഭിഷേകമായി വേണ്ട ഒരു ദൈവിക ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ദിവസം പ്രത്യേകമായി നമ്മൾ പഠിക്കുകയും അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തത്. അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ, ഇനിയുള്ള ജീവിതത്തിൽ തീർച്ചയായിട്ടും അഭിമന്യ പിതാവൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ഒരു ജ്വലനം ഈ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അപ്പൊ അത് ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെയും സെഷനിലൂടെയും എല്ലാം പരിശുദ്ധാത്മാവിനെ കൂടുതലായിട്ട് അറിയുവാനും പരിശുദ്ധാത്മാവായ വ്യക്തിയായി കണ്ട് ത്രിയേക ദൈവത്തിലെ ആ 3 അംഗങ്ങളിൽ ഒരാളായ വ്യക്തിയെ നമ്മൾ വ്യക്തിയായി കണ്ട് സ്നേഹിക്കുവാനും ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെയും ഒരു അപേക്ഷ. കാരണം ഓരോ ദിവസവും നമുക്കുണ്ടാകുന്ന ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങൾ ഏറ്റവും നന്നായിട്ട് നിർവഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് അഭിഷേകം നൽകും, നമുക്ക് ശക്തി നൽകും, നമുക്ക് കൃപ നൽകും. അപ്പോൾ ഈ ഒരു ദിവസം അതിനായിട്ട് പ്രത്യേകമായി ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയുവാനും പഠിക്കുവാനും ഒക്കെ പല ക്ലാസ്സുകളും കേട്ട ക്ലാസ്സുകളൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് ആ ഒരു ജ്വലനം അല്ലെങ്കിൽ തീജ്വാലയായി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ലഹരിയായി ഈശോയാവുന്ന ലഹരി, പരിശുദ്ധാത്മാവുന്ന ലഹരി നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. അത് ഈശോയുടെ വാഗ്ദാനം തന്നെയാണ്. പ്രപഞ്ച ആരംഭം മുതൽ, സൃഷ്ടികർമ്മം മുതൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. അത് തുടർന്നും ഈശോ വാഗ്ദാനം ചെയ്ത് ഈശോ കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുക എന്ന് ഈശോ നമ്മോട് പറയുന്നു. ലൂക്കാ സുവിശേഷം 11:13 നാം കാണുന്നുണ്ട്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകിയില്ല. അപ്പൊ ഇത് ഈശോയുടെ തന്നെ വലിയൊരു ഒരു ആഹ്വാനമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ചോദിക്കണം. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ
ദൈവം വർഷിക്കുമെന്ന് ഇന്ന് സഭയെ നയിച്ചു കൊണ്ടുപോകുന്ന ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഈ ഒരു സംഗമത്തിലും എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയാണ്. അപ്പം തന്നെ ഈ ഒരു മിസ്സിയോ ധർമ്മം ഈ സുവിശേഷവൽക്കരണത്തിലൂടെ അനേകർക്ക് തുടർന്നും പ്രകാശമാകുവാനും അത് ലോകത്തിലുള്ള പല ഭാഗങ്ങളിലുള്ള മക്കൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും സ്വർഗം സന്തോഷിക്കുന്ന ഒരു ദിനം കൂടിയാണ്, ഒരു സമയം കൂടിയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ആത്മാവിന്റെ അഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഓരോ ദിവസവും നമുക്ക് ആത്മാവിനെ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ടു ഹോളി സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ, വെൽ നോൺ പുസ്തകങ്ങളൊക്കെ ഉള്ളതുപോലെ നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ വ്യക്തിയായി കണ്ട് സ്നേഹിച്ച് ആ അഭിഷേകത്തിൽ നമുക്ക് ജീവിക്കാം. പ്രത്യേകമായി ഈ ദിനത്തിന്റെ എല്ലാ പ്രാർത്ഥനാശംസകളും നേരുന്നു, ഒപ്പം തന്നെ ആശീർവാദങ്ങൾ നേരുന്നു. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോറി, എനിക്ക് വീഡിയോയിൽ ഡിസ്പ്ലേ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സൗണ്ട് നല്ല ക്ലിയർ ആയിരുന്നു. ചാച്ചനെ കാണാനുള്ള കൊതി കൊണ്ട് വീഡിയോ. സോറി, ഞാൻ ഈ നെറ്റ് ചിലപ്പോൾ തീർന്നിട്ടുണ്ടാവും. ഞാൻ മൊബൈലിൽ നിന്നുള്ള ഇതിലായിരുന്നു, പിന്നെ ഇവിടെ വേറെ നെറ്റ് ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിനാൽ ജലിക്കുന്നവരാകണമെന്ന് നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തിയ പ്രിയ ബഹുമാനപ്പെട്ട ഔസേപ്പച്ചൻ പുത്തൻപറയ്ക്കൽ അച്ഛന് ഒത്തിരി നന്ദി. ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിനാൽ നിറയുകയും പരിശുദ്ധാത്മാവിനെ പഠിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായി മിസിയോയിലൂടെ സഭയോട് ചേർന്ന് നിന്ന് നമുക്ക് നല്ല പ്രഘോഷകരാകാം. ഇന്നത്തെ സെഷൻ ക്ലോസ് ചെയ്യുന്നതിനായി ഒരു താങ്ക്സ് ഗിവിംഗ് സോങ്ങോടെ ക്ലോസ് ചെയ്യുന്നതിനായി ഡെയ്സി തോമസിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ